الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വൻപാപങ്ങളെ സംബന്ധിച്ച് കുറച്ച് വിശദമായി പരമാവധി എല്ലാ വൻപാപങ്ങളെ സംബന്ധിച്ചും ഒന്ന് അറിയാനും അതിന് കരുതിയിരിക്കുവാനും വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ഈ ഒരു കൂടിയിരുത്തം പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമാക്കി തീർക്കുമാറാവട്ടെ. നമ്മൾ ആദ്യത്തിൽ ആമുഖമായി എന്താണ് വൻപാപം, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ആമുഖത്തിൽ സംസാരിക്കാനുള്ളത്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 131-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ, വലിയ തിന്മകൾ, അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ബാക്കിയുള്ള തിന്മകളെല്ലാം നാം നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, നിങ്ങൾ ഏറ്റവും മാന്യമായ സ്ഥാനത്തേക്ക് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് വാഗ്ദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിൽ തരാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും. നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരിക. രണ്ടാമത്തെ വാഗ്ദാനം നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ഈ രണ്ട് വാഗ്ദാനങ്ങൾക്ക് അല്ലാഹു കണ്ടീഷനായിട്ട് പറഞ്ഞത് എന്താ? നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യങ്ങളാണ് എന്ത്? നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളും അല്ലാഹു നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പ് തരാം. അല്ലാഹു അവൻ്റെ ബാധ്യതയെ ഏറ്റെടുത്തിരിക്കും, നമുക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ വൻപാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിന് അത്രമാത്രം എന്തുണ്ട്? ദീനുൽ ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്, ഗൗരവമുള്ള വിഷയം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വൻപാപങ്ങൾ അത് എന്തൊക്കെയാണെന്ന് അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി കണക്കാക്കുന്ന പല കാര്യങ്ങളും അത് ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ വൻപാപങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കറിയാം, ഒരു തെറ്റ് കുറേ ആളുകൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ സ്പ്രെഡാകുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിൽ കുറയും, അതിൻ്റെ കാഠിന്യം നമുക്ക് കുറയും. എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ എപ്പോഴും ആ തിന്മ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത് നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ആ തിന്മയോടുള്ള ഗൗരവം കുറയും. എന്നുവെച്ചാൽ നമ്മളിത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയില്ല. നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരേയൊരു മാർഗം, പരിഹാരം എന്നുള്ളത്. ഇമാം ദഹബി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് കിതാബുൽ കബായർ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ 8-ാം നൂറ്റാണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയണത്, വകസീറും മിനൽ കബായിരി ബൽ ആമ്മതുഹാ ഇല്ലൽ അഖൽ യജ്ഹലു ഖൽഖും മിനൽ ഉമ്മത്തി തഹരീമഹു. അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഭൂരിഭാഗം വൻപാപങ്ങളെ സംബന്ധിച്ചും അത് ഹറാമാണ്, അത് വൻപാപമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് ആളുകൾക്കില്ല, ആളുകൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ല. അപ്പോൾ വൻപാപങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ വളരെയധികം വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പറയാം.
ഈ വൻപാപങ്ങൾ നമ്മൾ പറഞ്ഞു, ഈ സൂറത്ത് നിസായിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാഗ്ദാനം നമ്മൾ കേട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാമിലെ തിന്മകൾ എന്നുള്ളത് മൊത്തം 3 ഇനങ്ങളാണ്. ദീനുൽ ഇസ്ലാമിലെ തിന്മകൾ എന്നുള്ളത് മൊത്തം 3 ഇനങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ ആയത്തിൽ ഈ 3 ഇനങ്ങളെയും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ അവർക്ക് തിന്മകളെ വെറുപ്പുള്ളതാക്കി എന്ന് പറഞ്ഞിട്ട് തിന്മകളുടെ ഓരോ ഇനങ്ങൾ എണ്ണി പറയാം. അപ്പം എണ്ണി പറയുമ്പോൾ 3 ഇനങ്ങളാണ് പറയാം. 3 ഇനങ്ങളാണ് പറയാം. ഈ 3 ഇനങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഇത് 3 ഇനങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഈ 3 ഇനങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത്തേത് കുഫർ, രണ്ടാമത്തേത് ഫുസൂഖ്, മൂന്നാമത്തേത് ഇസ്യാൻ. അതിൽ ഇസ്യാൻ എന്നുള്ളതാണ് ശരിക്കും തിന്മ എന്നുള്ള അർത്ഥം. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം എന്നുള്ള അർത്ഥം. കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധം എന്നുള്ള അർത്ഥം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുഫർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു മുസ്ലിമിനെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യങ്ങൾ മൊത്തമാണ്. അതെല്ലാം ആ വാക്കിൽപ്പെട്ടു. ഒരു മുസ്ലിമിനെ മുസ്ലിം അല്ലാതാക്കുന്ന, ഒരാളുടെ ഈമാനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അത് സംസാരമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പലതരത്തിലുണ്ട്. അതിന് മൊത്തത്തിൽ നമ്മൾ എന്തു പറയും? കുഫർ എന്ന് പറയും. അതിന് മൊത്തത്തിൽ കുഫർ എന്ന് പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒന്നാമത്തെ ഈ കാറ്റഗറി, കുഫർ എന്നുള്ള കാറ്റഗറി, ഈ കാറ്റഗറിയിലെ ഏതെങ്കിലും ഒരു കാര്യവുമായി ഒരാൾ മരണപ്പെടുക, അങ്ങനെ തന്നെ മരണപ്പെടുക, തൗബ ചെയ്യാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഫുസൂഖും ഇസ്യാനും, ബാക്കിയുള്ള 2 കാറ്റഗറികൾ, ഒരാളിൽ കുഫർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു തിന്മയില്ല. ബാക്കിയുള്ള 2 കാറ്റഗറിയിൽ തിന്മകളെ അയാളുടെ പക്കലുള്ളൂ. അയാൾ അതിൽ തൗബ ചെയ്യാതെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ പോലും അയാൾ എന്താവൂല? നരകത്തിൽ ശാശ്വതനാവൂല. എന്ന് വെച്ചാൽ നരകത്തിൽ ശാശ്വതനാകുന്നത് ഏത് കാറ്റഗറി മാത്രമാണ്? കുഫർ എന്നുള്ള കാറ്റഗറി മാത്രം. ഒരാളിൽ കുഫറില്ല. ഉദാഹരണത്തിന്, ഒരാൾ തൗഹീദുള്ള, ഈമാനുള്ള ഒരാൾ, അയാളൊരു മദ്യപാനിയാണെന്ന് വിചാരിക്കും. മദ്യപാനിയായി തന്നെ മരണപ്പെടുക, തൗബ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ മരണപ്പെടുക. അങ്ങനെ തന്നെ അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവൂല. അയാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല. നരകത്തിൽ ശാശ്വതനാകുന്ന കാര്യങ്ങൾ ഈ കുഫർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഒരാൾ നരകത്തിൽ ശാശ്വതനാവുകയുള്ളൂ. അപ്പം അതാണ് കുഫറും ബാക്കിയുള്ള 2 കാറ്റഗറികളും തമ്മിലുള്ള വ്യത്യാസം. അതാണ്. പിന്നുള്ളത് ഫുസൂഖ്. ഈ ഫുസൂഖ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഈ ഫുസൂഖും ഇസ്യാനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരുപാട് വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം എന്നുള്ളത്, ഇസ്യാൻ എന്ന് പറയുന്നതിന് പ്രത്യേകം ഒരു ശിക്ഷ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പ്രത്യേകം അത് ഹറാമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു പർട്ടിക്കുലറായിട്ടൊരു ശിക്ഷ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതിനെ പ്രത്യേകം പേരെടുത്ത് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ശക്തമായ നിലയ്ക്ക് അതിനെ താക്കീത് നൽകുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന്, ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവൻ ഈമാനുള്ളവനല്ല. ഒരു ഹദീസിൽ കാണാം, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, അവൻ മുഅ്മിനല്ല, അവൻ്റെ ഈമാൻ ശരിയായിട്ടില്ല എന്ന രൂപത്തിൽ ചില ഹദീസുകൾ കാണാം. എന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എന്തിൽ പെടൂല? ഇസ്യാനിൽ പെടൂല. ഇസ്യാൻ എന്ന് പറയുന്ന തിന്മകളെ അങ്ങനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാറില്ല, പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ശക്തമായി താക്കീത് നൽകാറില്ല. അത് പൊതുവിൽ ഹറാമാണെന്ന് എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും.
പ്രത്യേകം പേരെടുത്തിട്ട് ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതില്ല, അല്ലാഹു മൻ ദബഹ ലി ഗൈരില്ല, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ പറയുന്നത് എന്തായിരിക്കും? അങ്ങനെ ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അല്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും, അവന് നരകം ഉറപ്പാണ് എന്നൊക്കെ രൂപത്തിലുള്ള താക്കീതുകൾ ഓരോ ശിക്ഷയ്ക്ക് പ്രത്യേകം എടുത്തു പറയുന്നത് അത് ഏത് കാറ്റഗറി ആയിരിക്കും? ഫുസൂഖ് എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കും. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഒരു തിന്മയെ വൻപാപമാണോ അല്ലയോ എന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡം, ക്രൈറ്റീരിയയാണെന്ത്? ഒരു തിന്മയ്ക്ക് പ്രത്യേകം ഒരു ശിക്ഷ, ഒരു താക്കീത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകം അതിൻ്റെ ഗൗരവം കൂടുതൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് ഹദീസുകളിലോ ആയത്തുകളിലോ പരാമർശിക്കപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതിൻ്റെ അർത്ഥം നമീമത്ത് പറയുന്നവന് തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണോ? അല്ല. അതുകൊണ്ട് അർത്ഥമാക്കുന്ന നമീമത്ത് എന്നുള്ളത് എന്താ? ഫുസൂഖിൽ പെടുന്ന, വൻപാപങ്ങളിൽ പെടുന്ന കാര്യം, വൻപാപങ്ങളിൽ പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മോഷ്ടിച്ചാൽ കൈവെട്ടുക എന്നുള്ളത്, മോഷണത്തിനൊരു പ്രത്യേക ശിക്ഷ നിശ്ചയിക്കും. അപ്പം അതിൻ്റെ അർത്ഥം മോഷണം എന്നുള്ളത് എന്താണ്? വൻപാപമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു പ്രത്യേകം ഒരു പർട്ടിക്കുലറായിട്ടൊരു ശിക്ഷ, ഒരു നടപടിക്രമം, അല്ലെങ്കിൽ ഒരു താക്കീത്, അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഒരു തിന്മയുടെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം തിന്മകളൊക്കെ വൻപാപങ്ങളാണ്. അത്തരം തിന്മകളൊക്കെ വൻപാപങ്ങളാണ്. അങ്ങനെയല്ലാത്ത ബാക്കിയുള്ള ഹറാമുകൾ നമ്മൾ മൂന്നാമത് പറഞ്ഞ കാറ്റഗറി, എസിയാൻ, ചെറുപാപങ്ങൾ എന്ന് പറയും. എന്തത് തമ്മിലുള്ള വ്യത്യാസം? നമ്മളിത് പഠിക്കുന്നുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയോ? ഏറ്റവും നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരേക്കും, വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരേക്കും, മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, അതിനിടയിലുള്ളതിനെല്ലാം അതെന്ത് ചെയ്യും? പൊറുപ്പിക്കപ്പെടാൻ അത് മതിയാകുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് സുബ്ഹി നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചു, ഈ സുബ്ഹി നിസ്കാരത്തിനും ളുഹർ നിസ്കാരത്തിനിടയിൽ പല തെറ്റുകളും പറ്റിപ്പോയി. ആ തെറ്റുകൾക്ക് എന്തു പ്രായശ്ചിത്തമായി മതിയാകുന്നതാണ്? ഈ സുബ്ഹി നിസ്കാരവും ളുഹർ നിസ്കാരവും മതിയാകുന്നത്. എങ്ങനെയാണെങ്കിൽ, ഇദജ്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ, നമ്മുടെ ഇസ്യാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള തിന്മകൾ എന്തുകൊണ്ട് പൊറുപ്പിക്കപ്പെടും? നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. നിസ്കാരം കൊണ്ട് പൊറുപ്പിക്കപ്പെടും, വുളൂ ചെയ്യുന്നതുകൊണ്ട് പൊറുപ്പിക്കപ്പെടും, ദിക്റുകൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും, മുസീബത്തുകൾ ബാധിച്ചാൽ പൊറുപ്പിക്കപ്പെടും, ശരീരം ഒന്ന് വേദനിച്ചാൽ പോലും, മുള്ളു കുത്തുന്നത് കൊണ്ട് പോലും എന്ത് ചെയ്യും? ഐസിയാൻ എന്ന കാറ്റഗറിയിൽ പെടുന്ന തിന്മകൾ പൊറുപ്പിക്കപ്പെടും, ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. ചെറുപാപങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? സബബായി നിശ്ചയിച്ചിട്ടുണ്ട് ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ. എന്നാൽ വൻപാപങ്ങൾ വുളൂ ചെയ്താൽ പൊറുപ്പിക്കപ്പെടുമോ? ഇല്ല. നിസ്കരിച്ചാൽ ഇല്ല. ജുമായിൽ പങ്കെടുത്താൽ ഇല്ല. റമദാൻ നോമ്പെടുത്താൽ ഇല്ല. വൻപാപങ്ങൾ എങ്ങനെ പൊറുപ്പിക്കപ്പെടും? ഒറ്റൊരു വഴിയുള്ളൂ. എന്താണ്? തൗബ ചെയ്യണം. വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുക തൗബ കൊണ്ട് മാത്രം. പിന്നെ റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടും പൊറുപ്പിക്കപ്പെട്ടേക്കും പരലോകത്ത് ഖിയാമത്ത് നാൾ. അതല്ലാതെ നമുക്ക് വൻപാപങ്ങൾ പൊറുപ്പിക്കാൻ മറ്റൊരു പ്രവർത്തനങ്ങളും മതിയാവുകയില്ല. മറ്റൊരു പ്രവർത്തനങ്ങളും മതിയാവുകയില്ല. അപ്പോൾ തൗബ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഇതല്ലാത്ത മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള നന്മകൾ എന്താവുകയില്ല? ഇതിനെ പൊറുപ്പിക്കപ്പെടൂല. എന്ന് വെച്ചാൽ നമ്മൾ ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മകളും തിന്മകളും കനം തൂങ്ങും, മീസാനിൽ 2 ഭാഗവും വയ്ക്കുന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയുള്ള തിന്മകളാണെന്നറിയോ? എങ്ങനെയുള്ള തിന്മകളാ?
പൊറുപ്പിക്കപ്പെടാതെ ബാക്കിയാവുന്ന തിന്മകളാണ്. പൊറുപ്പിക്കപ്പെടാതെ ബാക്കിയാവുന്ന തിന്മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ ഒരു തിന്മ ചെയ്തു, ഒരടിമ ഒരു തിന്മ ചെയ്തു. അവൻ ആ തിന്മ ചെയ്യുമ്പോൾ ഇവന്റെ തിന്മകൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്ക് അത് എഴുതാൻ പോകുമ്പോൾ നന്മ രേഖപ്പെടുത്തി വെക്കുന്ന മലക്ക് പറയത്രേ, ഇപ്പൊ തൽക്കാലം അത് എഴുതണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ അവൻ തൗബ ചെയ്തേക്കാം, ചിലപ്പോൾ അവൻ തൗബ ചെയ്തേക്കാം. ഹദീസിലുള്ളത് ഏകദേശം ഒരു 6 മണിക്കൂറോളം. 6 മണിക്കൂർ പറഞ്ഞാൽ സാഅത്തെന്നാണ് ഉള്ളത്. അത് മണിക്കൂറാണോ ഇന്നത്തെ മണിക്കൂറാണോ സമയത്തിൻ്റെ ഇതാണോ അറിയില്ല, അല്ലാഹു അഅലം. എന്തായാലും അത്രയും സമയം വിട്ടുകൊടുക്കാൻ ഈ മലക്ക് പറയും, ആവശ്യപ്പെടും. അങ്ങനെ അത്രയും സമയം കഴിഞ്ഞിട്ടും ഇവൻ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ തെറ്റ് ഇവന്റെ ഹിസാബിൽ എഴുതി വെക്കുള്ളൂ, ഇവന്റെ കണക്കിൽ എഴുതി വെക്കും. അതിനു മുമ്പ് ഇവൻ തൗബ ചെയ്താൽ അതിന്റെ ഏടിൽ എഴുതി വെക്കപ്പെടുക പോലുമില്ല. അതിനു മുമ്പ് ഇവൻ തൗബ ചെയ്താൽ അത് ഇവന്റെ ഏടിൽ എഴുതി വെക്കപ്പെടുക പോലുമില്ല. ഇനിയിപ്പോൾ എഴുതി വെച്ചു എന്ന് വിചാരിക്കാം, എഴുതി വെച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ ആ എഴുതി വെക്കപ്പെട്ട പ്രവർത്തനങ്ങൾ എവിടെ കാണും? മീസാനിൽ കാണും. എഴുതി വെക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ മീസാനിൽ കാണും. അത് നമുക്ക് മീസാനിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുതരണമെങ്കിൽ, പുറത്തു തരണമെങ്കിൽ അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാരണം എന്നുള്ളത് തൗബയാണ്. ചെറുപാപങ്ങൾ നമ്മുടെ മറ്റുള്ള നന്മകൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. പക്ഷേ ഇത്തരം വലിയ വലിയ തിന്മകൾ, വൻപാപങ്ങളായി പഠിപ്പിക്കപ്പെട്ട തിന്മകൾ, നമ്മൾ അതിൽ നിന്ന് തൗബ ചെയ്യുക തന്നെ വേണം. നമ്മൾ ശ്രദ്ധിക്കണം, തൗബ ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന നിബന്ധനകൾ, ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ശുറൂത്തുകൾ പാലിച്ചുകൊണ്ടുള്ള തൗബയായിരിക്കണം. ശുറൂത്തുകൾ പാലിച്ചുകൊണ്ടുള്ള തൗബയാണെങ്കിൽ ഏത് തെറ്റും എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. എത്ര വലിയ തെറ്റ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫുസൂഖോ കുഫറോ ഇസ്യാനോ ഏത് തെറ്റാണെങ്കിലും കാറ്റഗറി ഒന്നുമില്ല. തൗബ കൊണ്ട് പൊറുപ്പിക്കപ്പെടാത്ത കാറ്റഗറി ഒന്നുമില്ല. എല്ലാ തെറ്റും എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട്. ഇസ്യാന് നമ്മുടെ നന്മകൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. ഫുസൂഖിന് തൗബ തന്നെ വേണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തല്ല? ഇതിന് മാത്രമേ തൗബ ചെയ്യാവൂ എന്നുള്ള അർത്ഥമല്ല. തെറ്റിദ്ധരിക്കരുത്, തെറ്റായി മനസ്സിലാക്കരുത്. നമ്മൾക്ക് ഇസ്യാൻ, ചെറിയ തെറ്റു പറ്റിയാലും തൗബ ചെയ്യാം, നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹം ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 70 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത്. അപ്പം അദ്ദേഹത്തോട് അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ ചില ചിന്തകൾ, അത് വളരെ മോശപ്പെട്ട ചിന്തകളോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ റബ്ബിനെ സംബന്ധിച്ചുള്ള ബോധത്തിൽ നിന്ന്, സ്മരണയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മാനുഷികമായിട്ടുണ്ടാവുന്ന, നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഹൃദയം എപ്പോഴും റബ്ബിനെ പറ്റിയുള്ള ബോധത്തിലൊന്നും ആയിരിക്കില്ല. ആ ചിന്ത മാറിപ്പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിന്മയായി കണ്ടിട്ട്, അതൊരു തെറ്റന്നെയാണ്, അതൊരു പോരായ്മ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? ഇസ്തിഗ്ഫാർ. ഓരോ തവണ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോഴും ചിന്ത മാറിപ്പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അപ്പൊ ചെറിയ തിന്മ, അത്രയും നിസ്സാരമായി മാനുഷികമായി പറ്റാൻ അങ്ങേയറ്റം സാധ്യതയുള്ള തിന്മകളാണെങ്കിൽ പോലും അതിന് ഇസ്തിഗ്ഫാർ തേടലും തൗബ ചെയ്യലൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞത്, എത്ര വലിയ കുഫറിൽ പെടുന്ന തിന്മയാണെങ്കിൽ പോലും തൗബ ചെയ്താൽ അതിന്റെ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ അത് റബ്ബ് പുറത്തു വരും. നമ്മുടെ തൗബയുടെ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടാണ് നമ്മൾ തൗബ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരും. എന്തൊക്കെയാണ് തൗബയുടെ നിബന്ധനകൾ? തൗബയുടെ നിബന്ധനകൾ മറക്കണം. ഏറെക്കുറെ ക്ലിയറായി. ഒന്നാമത്തത്, ആ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുക, അതിൽ നിന്ന് വിരമിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഇഖ്ലാ എന്ന് അറബിയിൽ പറയും.
അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കുക. രണ്ടാമത്തത് നദം എന്ന് പറഞ്ഞാൽ ചെയ്തു പോയതിലുള്ള വിഷമം, കുറ്റബോധം. മൂന്നാമത്തത് അസ്മ എന്ന് പറയാം അറബിയിൽ, ഉറച്ച തീരുമാനം. ഇനി ഒരിക്കലും ഞാൻ ഇതിലേക്ക് കടക്കൂല, ഒരിക്കലും ഞാൻ ഇതിലേക്ക് വീണ്ടും കടക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനത് ആവർത്തിക്കൂല എന്നുറച്ച തീരുമാനം. ഇത് മൂന്നും ഒരുമിച്ച് വരണം. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്തായി? അത് തൗബ, ശരിയായ തൗബയാവൂല. ഇത് മൂന്നും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് തെറ്റും, എത്ര വലിയ തെറ്റാണെങ്കിലും, കുഫറിൽ പെടുന്നതാണെങ്കിലും ഫുസൂഖാണെങ്കിലും ഇസ്യാനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തുവരും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു തീർച്ചയായും എല്ലാ തെറ്റുകളും പുറത്തു തരും, എല്ലാ തെറ്റും, അതിലെല്ലാം പെട്ടു. പക്ഷെ ഈ രൂപത്തിൽ തൗബ ചെയ്യാം. പിന്നെ നാലാമതൊരു നിബന്ധന കൂടിയുണ്ട്. അതെപ്പോഴാണ്? നമ്മളും റബ്ബിന്റെ മറ്റ് പടപ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിന്മകളാണെങ്കിൽ, നമുക്കും റബ്ബിനും മാത്രം ഇടയിലുള്ള തിന്മകളാണെങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾ മതി. പക്ഷെ മറ്റൊരാളുടെ, മറ്റൊരു പടപ്പുമായി കണക്റ്റഡ് ആകുന്ന തിന്മയാണ്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിന്മയാണെങ്കിൽ നാലാമതൊരു നിബന്ധന കൂടിയുണ്ട്. എന്താണ്? എന്ത് വിഷയത്തിലാണോ നമ്മൾ അവരോട് തിന്മ ചെയ്തത്, ആ കാര്യം അവർക്ക് എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ നമ്മൾ അവരെ പൊരുത്തപ്പെടിക്കണം. അവർക്കതിൽ എന്തെങ്കിലും ഹക്കുകൾ കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടണം. സാമ്പത്തികമായി എന്തെങ്കിലും നമ്മൾ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് തിരികെ കൊടുക്കണം. ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഉപദ്രവിക്കാൻ നിന്ന് കൊടുക്കണം. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. നമ്മൾ പൊരുത്തപ്പെടിക്കണം. ആ വിഷയത്തിൽ അവരുടെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ എന്താ പറയുക, പടപ്പുകളായി ബന്ധപ്പെട്ട വിഷയം, വളരെ പേടിക്കേണ്ട കാര്യം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ, ആ വ്യക്തി പുറത്തു തരാതെ റബ്ബിനോട് നമ്മൾ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇസ്തിഗ്ഫാർ തേടിയതുകൊണ്ടോ ആ തെറ്റ് പൊറുപ്പിക്കപ്പെടില്ല. ആ വ്യക്തി പൊരുത്തപ്പെടണം. ആ വ്യക്തി പൊരുത്തപ്പെടണം. നമുക്കറിയോ എത്രത്തോളം അത് പേടിക്കേണ്ട, അതിൻ്റെ ഗൗരവം മനസ്സിലാൻ വേണ്ടി മാത്രം പറയാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു കണ്ണ് കാണാത്തൊരാൾ. അയാൾക്ക് എന്തൊക്കെയോ വൈകല്യങ്ങളുണ്ട്, മുടന്തും എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുള്ളൊരു വൈകല്യമുള്ളൊരാൾ. അയാൾ അങ്ങനെ നടന്നു വരുന്ന വൈകല്യത്തോടുകൂടെ മുടന്തി ഒരുപാട് ന്യൂനതകളുമായി കടന്നു വരുന്ന ആ രംഗം, അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? ചിരിപ്പിച്ചുപോയി. അറിയാതെ അദ്ദേഹം ആ രംഗം കണ്ടിട്ട് അറിയാതെ ചിരിച്ചുപോയി. ഈ ചിരി അയാൾ കേട്ടിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ വ്യക്തി എന്തായാലും അത് കണ്ടിട്ടില്ല. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അത് വളരെ ശക്തമായി പേടിയുണ്ടാക്കുകയും അദ്ദേഹം ആ മുടന്തനായ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന് മുന്നിലിരുന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് അദ്ദേഹത്തോട് ഇജാൽനി ഫീ ഹല്ലിൻ, താങ്കൾ എന്നെന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ ചിരിച്ചു പോയതിൽ താങ്കൾ എനിക്ക് എന്ത് ചെയ്യണം? പൊരുത്തപ്പെട്ടു തരണം. താങ്കൾ ആ വിഷയത്തിൽ എന്നെ വിട്ടു തരേണ്ടതുണ്ട്. താങ്കൾ ആ വിഷയം പരലോകത്തേക്ക് വെക്കരുത് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ആ അന്ധനായ വ്യക്തിയുടെ മുന്നിൽ ചെന്ന് പറയുന്നത് കണ്ടത് അത് സലഫുകൾ എന്ത് ചെയ്യാറുണ്ട്? അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. അപ്പോൾ വളരെയധികം പേടിക്കേണ്ട വിഷയമാണ് എന്ത്? പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അയൽക്കാർ, അതൊക്കെ പലതും ഈ വൻപാപങ്ങൾ കൂട്ടത്തിൽ വരുന്നുണ്ട്. അത്തരം തിന്മകൾ നമ്മൾ എന്ത് ചെയ്യണം? നാലാമത്തെ നിബന്ധന കൂടെ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഈ മൂന്ന് കാറ്റഗറികൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ തന്നെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വൻപാപങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഈ രണ്ട് കാറ്റഗറികൾ നമ്മൾ പഠിക്കണം. കുഫറും പഠിക്കണം, ഫുസൂക്കും പഠിക്കണം. കുഫറും പഠിക്കണം, ഫുസൂക്കും പഠിക്കണം.
ഇസ്യാനെ സംബന്ധിച്ച് പഠിക്കേണ്ടതില്ല എന്നതിന് അർത്ഥമില്ല. പക്ഷെ അത് ഒരുപാട് ഇനങ്ങളുണ്ട്. നമുക്കത് എന്ത് ചെയ്യാൻ കഴിയുന്നതല്ല. അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരാൾ ഒഴിഞ്ഞിരിക്കുമ്പോഴല്ലാതെ അത് പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കാൻ സാധിക്കില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇസ്യാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ തിന്മകളും പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കുക എന്നുള്ളത് പറ്റും. അതിനുവേണ്ടി മെനക്കെട്ടിരുന്നാൽ ദീൻ പഠിക്കാൻ ജീവിതത്തിൽ ഓരോ ദിവസവും സമയം കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് താരതമ്യേന ഗൗരവം കുറവാണ്. പക്ഷേ വളരെ പേടിക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ പല ആളുകളും ഇത് പറയുമ്പോൾ ഇങ്ങനെ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് വേർതിരിക്കുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കുക, ഇതൊക്കെ പഠിച്ചിട്ട് വൻപാപങ്ങളൊക്കെ പറ്റി പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കുറച്ച് ചെറുപാപങ്ങൾ ചെയ്യാൻ എന്ന മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് വലിയ അപകടമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്റാർ. ഇസ്തിഗ്ഫാർ അതായത് തൗബയുടെ കൂടെ വൻപാപങ്ങളും നിലനിൽക്കൂല, വൻപാപങ്ങൾ ബാക്കിയാവൂല. ഇസ്റാറിന്റെ കൂടെ ചെറുപാപങ്ങൾ ഉണ്ടാവില്ല. ഇസ്റാർ പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക. ഇസ്റാർ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെറുപാപം അറിയാതെ പറ്റിപ്പോയി, മാനുഷികമായി എന്ത് ചെയ്തു, വീണുപോയി, അതിൽ ഖേദം വന്ന് തൗബ ചെയ്ത് അങ്ങനെ ഒരാളല്ല. അയാളത് ചെറുപാപമല്ലേ, കുഴപ്പമില്ല എന്ന രൂപത്തിൽ അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ആ ചെറുപാപം വൻപാപമാകും. ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഇസ്യാൻ എന്നുള്ളത് ഫുസൂഖിലേക്ക് എത്തും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ഇസ്യാൻ എന്നുള്ളത് ഫുസൂഖിലേക്ക് എത്തും. ചെറുപാപം വൻപാപമായി തീരും. ഏതൊക്കെയാ? ഒന്നാമത്തത് ഇസ്റാർ, ഉറച്ചു നിൽക്കുക. തെറ്റാണെന്ന് മനസ്സിലായി പിന്നെ അതിൽ തന്നെ തുടരാം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, തെറ്റുപറ്റിയ ഒരാൾ തൗബ ചെയ്തു, വീണ്ടും തെറ്റിലേക്ക് വീണു പോവാണ്, വീണ്ടും തൗബ ചെയ്യുന്നുണ്ട്. തെറ്റുപറ്റുമ്പോഴൊക്കെ ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അത് ഈ ശുറൂത്തുകൾ പാലിച്ചിട്ടുള്ള തൗബയാണെങ്കിൽ അതെന്താവൂല, ഇസ്റാറാവൂല. ശ്രദ്ധിക്കണം, അത് ഇസ്റാറാവൂല. ഇസ്റാർ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാതിരിക്കുക. തെറ്റാണെന്ന് മനസ്സിലായി, തെറ്റ് ചെയ്യുന്നുണ്ട്, യാതൊരു കുറ്റബോധമൊന്നുമില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, ആ തെറ്റിൽ തന്നെ തുടരാം. അതിനാണ് ഇസ്റാർ എന്ന് പറയുന്നത്. അവന്റെ മനസ്സിൽ ആ തെറ്റിന് എപ്പോഴെങ്കിലും ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ ചെയ്യും തന്നെയാണ് മനസ്സിൽ നിയത്തും. ഒരിക്കലും ചെയ്യില്ല, അവസാനിപ്പിക്കണം എന്നുള്ള നിയത്തൊന്നും അവനില്ല. അതിനാണ് ഇസ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് അറിയോ? ഒരു ചെറുപാപത്തെ വൻപാപമാക്കുന്ന രണ്ടാമത്തെ കാരണം ഇസ്തിസ്ഗാർ എന്ന് പറയും അറബിയിൽ. എന്നുവെച്ചാൽ നിസാരവൽക്കരിക്കുക. ചെറുതല്ലേ, ചെറിയ തിന്മയല്ലേ എന്ന രൂപത്തിൽ നിസാരവൽക്കരിക്കുക. സലഫുകൾ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തിന്മ എത്രത്തോളം നിസാരമാകുന്നുവോ അത്രത്തോളം ആ തിന്മ റബ്ബിന്റെ അടുക്കൽ ഗൗരവമുള്ളതായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിലൊരു തിന്മ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ അങ്ങനെ തന്നെ പ്രത്യേകം എടുത്ത് താക്കീത് ചെയ്തിട്ടുണ്ട്. ഇയ്യാക്കും വമുഹഖിറാത്തി ദുനൂബ്, ജനങ്ങൾ നിസാരമാക്കുന്ന തിന്മകളെ നീ അങ്ങേയറ്റം പേടിക്കണം. കാരണം ഈമാനുള്ള ആളുകൾ നരകത്തിലേക്ക് എത്തുക ഇങ്ങനെയുള്ള തിന്മ കൊണ്ടായിരിക്കും. മറ്റേതൊക്കെ വൃത്തികെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിൽ ഫിത്രത്തുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. ആരും പരസ്യമായിട്ട് ചെയ്യാൻ നിൽക്കൂല, നാണക്കേടുണ്ടാവും. പക്ഷെ മറ്റേതങ്ങനല്ല. അപ്പോൾ ഒരു തിന്മ നമ്മുടെ മനസ്സിൽ നിസ്സാരമാവുക. അതാണ് നേരത്തെ പറഞ്ഞത്, ചെറുപാപമല്ലേ, വൻപാപമൊന്നല്ലല്ലോ എന്ന മെന്റാലിറ്റിയിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? മുതിരണ്ട. നമ്മൾ അറിയാതെ തെറ്റിൽ വീണു പോകുന്നത് വേറെ വിഷയം. വികാരങ്ങൾ അതിജയിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സന്ദർഭങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒരു തെറ്റ് പറ്റിപ്പോകുന്നത് വേറെ വിഷയം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ആ തെറ്റിനെ നോർമലൈസ് ചെയ്യരുത്, നിസ്സാരവൽക്കരിക്കരുത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന രൂപത്തിൽ നമ്മൾ തെറ്റിനെ തെറ്റായി തന്നെ കാണും. നമ്മൾ കാണും.
അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, നിന്റെ തെറ്റ് എത്ര വലുതാണ്, എത്ര വലിയ തിന്മയാണ് നീ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. കാരണം എത്ര വലിയ തെറ്റും വളരെ എളുപ്പത്തിൽ പുറത്തു തരാൻ കഴിയുന്നവനാണ് നിന്റെ റബ്ബ്. അതേപോലെ തന്നെ തിരിച്ചു, നിന്റെ തെറ്റെത്ര നിസാരമാണെന്ന് കരുതി നീ എന്ത് ചെയ്യേണ്ടതില്ല, നിർഭയനാകേണ്ടതുമില്ല. എത്ര ചെറിയ തെറ്റിനും നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ളവനുമാണ് നിന്റെ റബ്ബ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റുകളെ നിസാരവൽക്കരിക്കരുത്. മൂന്നാമത്തെ കാരണം, നമ്മുടെ ചെറുപാപത്തെ വൻപാപമാക്കുന്ന മൂന്നാമത്തെ കാരണം എന്നുള്ളത് പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം പരസ്യപ്പെടുത്തുക, പരസ്യമായി ആ തിന്മ ചെയ്യുക. അപ്പൊ പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു ചെറുപാപം എന്തായിത്തീരും, പരസ്യപ്പെടുത്തുക എന്നുള്ള കാരണം കൊണ്ട് അത് വൻപാപമായിത്തീരും. പരസ്യപ്പെടുത്തുക എന്നുള്ള കാരണം കൊണ്ട് വൻപാപമായിത്തീരും. ഇപ്പൊ ചില ആളുകൾ സംശയമായിട്ട് ചോദിക്കാറുണ്ട്, താടി വടിക്കുന്നത് അത് ഹറാമല്ലാവുള്ളൂ, വൻപാപമൊന്നും ആവില്ലല്ലോ. പലരും ചോദിക്കാറുണ്ട്. അത് അവനറിയാം അത് ഹറാമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയ്ക്ക് എതിരാവുന്നത് ഹറാമാണെന്നറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, താടി വടിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ ഹറാമാണെങ്കിലും അവന്റെ ആ പ്രവർത്തനം പരസ്യമായ പ്രവർത്തനം. അവൻ ആ വടിച്ച താടിയുമായി ആളുകളൊക്കെ ഫേസ് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. സ്ത്രീകളെ പോലെ വീട്ടിനകത്ത് ഇരിക്കുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ മുഖം മറച്ച് നടക്കോ? ഇല്ലല്ലോ. അങ്ങനെ പരസ്യമായി ആ തിന്മ ചെയ്യുന്നതിലൂടെ അവന്റെ ആ ചെറുപാപം വൻപാപമായി തീരാം. ചെറുപാപം വൻപാപമായി തീരാം. അപ്പോൾ ഒരു തിന്മ അത് പ്രത്യക്ഷത്തിൽ ചെറുപാപമാണെങ്കിലും അത് പരസ്യമായി ചെയ്യുക എന്നുള്ളത് കൊണ്ട് ആ തിന്മ എന്തായിത്തീരും, വൻപാപമായി തീരും. അപ്പം ഇത്രയും കാര്യങ്ങൾ ആമുഖമായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മസാലകളാണ്. ഇനി അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോരോ വിഷയങ്ങളിലേക്ക്, ഓരോരോ തിന്മകളിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് ഈ കുഫർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന തിന്മകളെ സംബന്ധിച്ചാണ്. ആദ്യം നമ്മൾ പറഞ്ഞു 3 കാറ്റഗറികളുണ്ട്. അതിൽ കുഫർ എന്ന കാറ്റഗറിയും ഫുസൂഖ് എന്ന കാറ്റഗറി, ഇത് രണ്ടിനെ പറ്റി നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അപ്പം അതിലൊന്നാമത്തെ കുഫർ എന്നുള്ള കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കണം. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് 5 ഇനങ്ങളാണ്. കുഫർ എന്നുള്ളത് 5 ഇനങ്ങളാണ്. ഒന്നാമത്തത് സംസാരം കൊണ്ടുള്ള കുഫർ. പക്ഷെ ചില സംസാരങ്ങൾ കാരണത്താൽ ഒരു മനുഷ്യൻ എന്തായിത്തീരും, മുസ്ലിം അല്ലാതായിത്തീരും. അതിൻ്റെ ഉദാഹരണങ്ങൾപ്പെട്ടതാണ് അള്ളാഹുവിനെയോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ചീത്ത വിളിക്കുക, തെറി പറയുക, മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക. അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമാണ്. സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, വളരെ വ്യാപകമായി. നമുക്കത് ഉദാഹരിക്കാനൊന്നും കഴിയില്ല. അത്രയും മോശപ്പെട്ട തരത്തിലുള്ള പ്രയോഗങ്ങൾ അവർ തമ്മിൽ കൂട്ടുകാരന്മാരെയോ നാട്ടുകാരന്മാരെയൊക്കെ പറ്റി ഉപയോഗിക്കുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ ആണ് എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. വളരെ വൃത്തികെട്ട മോശപ്പെട്ട വാക്കുകൾ, സഭ്യമല്ലാത്ത വാക്കുകൾ. അതേപോലെ തന്നെ ഈ സംസാരം കൊണ്ട് സംഭവിക്കുന്ന കുഫറിന്റെ ഇനങ്ങളിൽപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് ദീനിന്റെ ശആയിറുകളെ, അടയാളങ്ങളെ, പ്രത്യക്ഷമായിട്ടുള്ള ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. ദീനിന്റെ മതചിഹ്നങ്ങളെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. അത് നമുക്കറിയാലോ, വളരെയധികം വ്യാപകമാണ്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരു വലിയൊരു കാര്യമാണ്. താടി നീട്ടി വളർത്തിയാൽ, നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ, അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണം വളരെ ഒതുക്കമുള്ള
ശരീരത്തിൻ്റെ അലങ്കാരങ്ങൾ ഒഴിവാക്കാത്ത വസ്ത്രധാരം ധരിച്ചാലൊക്കെ ഇതിനൊക്കെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സംസാരം കൊണ്ട് കുഫർ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണെന്ത്? അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം എന്ന് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചെന്നൊരു വിഷയം, അത് കിട്ടാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് തേടുക, പ്രാർത്ഥിക്കുക, ചോദിക്കുക. ആ കാര്യം അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെ അള്ളാഹുവിനെ അത് കഴിയുകയുള്ളൂ എന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചെന്നൊരു കാര്യം, അത് കിട്ടാൻ, ആ കാര്യം കിട്ടാൻ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കാം. ഷറഫുൽ അനാം മൗലിദിൽ കേട്ടില്ലേ, ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ്? ഞാൻ അറ്റമില്ലാത്ത, എണ്ണമില്ലാത്തത്രയും തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റുകളുടെ വിഷയത്തിൽ ഞാൻ എൻ്റെ ആ ഒരു പ്രയാസം, ആവലാതി പറയുന്നത് ആരോട്? അള്ളാഹിനോടല്ല. ആരോടാ? സയ്യിദി ഖൈറൻ നബി, നബിമാരിലെ ശ്രേഷ്ഠനായവനെ, എൻ്റെ നേതാവേ, താങ്കളോടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ആ തെറ്റുകളുടെ വിഷയത്തിൽ ആവലാതി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യാം? നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ ആവശ്യപ്പെടുക. അല്ലാഹു ഖുർആനിൽ പറയുന്നതാ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, തെറ്റുകൾ പുറത്തു തരാൻ അവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് തെറ്റുകൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ, സന്താനങ്ങൾ നൽകുക, ദുരിതങ്ങൾ നീക്കുക, കുടുങ്ങിപ്പോകുമ്പോൾ സഹായിക്കുക, ഇതൊക്കെ അള്ളാഹുവിനെ മാത്രം. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, അങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ധാരാളമുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹു മാത്രമാണ് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ചു തേടുക, പ്രാർത്ഥിക്കുക, അത് ഒരാളെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണ്. സംസാരം കൊണ്ട് കുഫർ സംഭവിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് എന്ത്? ഗൈബ് അറിയാമെന്ന് വാദിക്കുക. ഗൈബ് അറിയാമെന്ന് വാദിക്കുക. അത് പണ്ട് കാലങ്ങളിൽ ഈ ജ്യോത്സ്യന്മാരും മറ്റ് ആളുകൾ മാത്രമാണെങ്കിൽ ഇന്നങ്ങനല്ല. ഇന്ന് തലയിൽ കെട്ട് കെട്ടിയ ആളുകൾ പോലും ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പലരും വലിയ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വിവാഹം നടത്തുകയോ അല്ലെങ്കിൽ കച്ചവടം, ബിസിനസ് തുടങ്ങുകയോ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ തങ്ങളുടെ അടുത്തേക്ക് പോകും, ഈ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകും, ചോദിക്കും, ഈ ദിവസം ഞാൻ ഈ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ കച്ചവടത്തിന് എന്തെങ്കിലും ദോഷം ബാധിക്കുമോ? ഉസ്താദ് പറയും, ഈ മാസം നീ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കച്ചവടം എന്താവൂല, ലാഭകരമാവൂല. ഉസ്താദിനെങ്ങനെ ഇതറിയുന്നു? ഉസ്താദ് അവകാശപ്പെടണം, എനിക്കിതൊക്കെ അറിയാം, ഭാവി നടക്കാമെന്നതൊക്കെ അറിയാം. അങ്ങനെ ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ അതൊരാളെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യം, ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നത്. പിന്നുള്ളത് നുബൂവത്ത് വാദിക്കുക, നബിയാണെന്ന് അവകാശപ്പെടല. അത് പിന്നെ എല്ലാ കാലത്തിലും ഓരോ ആൾക്കാരങ്ങനെ വരും, കള്ളപ്രവാചകന്മാർ. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആള്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എവിടെ മഹാരാഷ്ട്രയിലോ എവിടെ ഒരാൾ, എന്താ ഷക്കീൽ ഹനീഫ് എന്ന് പറഞ്ഞിട്ടൊരാൾ, എല്ലാ കാലത്തും ഓരോ ദജ്ജാലുകളുണ്ട്. അതിന് വിശ്വാസം ഹദീസിൽ പഠിപ്പിച്ചെന്ന, എനിക്ക് ശേഷം ഇതുപോലെ നബൂവത്ത് അവകാശപ്പെടുന്ന ഒരുപാട് കള്ളപ്രവാചകന്മാർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചെന്ന്. അപ്പോൾ ഒരാളങ്ങനെ വാദിക്കുക എന്നുള്ളത് അയാളെ കാഫറാക്കുമെന്ന് മാത്രമല്ല, അയാൾ നബിയാണെന്ന് വിശ്വസിക്കുന്നവനും കാഫറാവും. അയാൾ നബിയാണെന്ന് വിശ്വസിക്കുന്നവനും കാഫറാവും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ അദൃശ്യം അറിയാമെന്ന് പറയുന്ന ആളെപ്പോലെ അയാൾക്ക് അദൃശ്യം അറിയാമെന്ന് നമ്മൾ വിശ്വസിച്ച നമ്മളും കാഫറാവും. വളരെ പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയം. ഇതേപോലത്തെ രണ്ടാമത്തെ ഇനം കുഫർ സംഭവിക്കുന്ന, കുഫറിന്റെ രണ്ടാമത്തെ ഇനം പ്രവർത്തനം കൊണ്ടാണ്. ആദ്യത്തേത് സംസാരം, കൗല്, രണ്ടാമത്തേത് ഫിഅല്, പ്രവർത്തനം കൊണ്ട്. അതിനും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
അതിൽപ്പെട്ടൊരു ഉദാഹരണമാണ് സിഹർ ചെയ്യുക എന്ന്. സിഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മാരണം എന്ന് പറയാം. അത് ശൈത്താനിൻ്റെ സഹായത്തോടുകൂടെ പ്രത്യക്ഷമല്ലാത്ത രൂപത്തിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, ശൈത്താനിനെ കൂട്ടുപിടിച്ചത്. ശൈത്താനുമായിട്ട് എന്ത് ചെയ്യണം, ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാളുടെ അടുക്കലേക്ക് വരുന്ന ആളുകൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ ശൈത്താനിലൂടെ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം. അതാണ് ഈ സിഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതെന്ത് ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ രോഗം വരുത്താനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കാനായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള ശ്രമമാണെന്ത്, ഇതിനെ ചുരുക്കത്തിൽ സിഹർ എന്ന് പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശൈത്താനുമായിട്ട് ഈ തയ്യപ്പിലാകണമെങ്കിൽ ശൈത്താൻ എപ്പോഴാണ് ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുക? അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്താൽ അത്രയും നല്ലൊരു ശൈത്താനെ കൂടെ കിട്ടും. അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം കഴിവുള്ള അല്ലെങ്കിൽ എന്താ പറയുക മോശപ്പെട്ട ശൈത്താനെ കൂടെ കിട്ടും. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്താൽ എന്താവും? കാഫിറാവും. അതുകൊണ്ടാണ് സാഹിറന്മാരൊക്കെ കാഫിറുകളാണെന്ന് പറയുന്നത്. കൊണ്ടാണ് സിഹർ ചെയ്യുന്നവരൊക്കെ കാഫിറാവെന്ന് പറയുന്നത്. കൊണ്ടാണ് സിഹർ ചെയ്താലോ പഠിച്ചാലോ പഠിപ്പിച്ചാലൊക്കെ കാഫിറാവും. സിഹർ ചെയ്താലോ പഠിച്ചാലോ പഠിപ്പിച്ചാലൊക്കെ കാഫിറാവും. ഒരുപാട് വൃത്തികൾ നമുക്ക് പറയാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ശൈത്താനിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നത് സാഹിറന്മാർ. ഏതുപോലെ ഹൈലിൻ്റെ രക്തങ്ങൾ കൊണ്ട് ഖുർആനിൻ്റെ ആയത്തുകൾ എഴുതുക. ഖുർആനിൻ്റെ ആയത്ത് ഹൈലിൻ്റെ രക്തം കൊണ്ട് എഴുതുക. അതുപോലെ തന്നെ വളരെ വൃത്തികെട്ട നജിസ് ഉള്ള സ്ഥലങ്ങളിൽ മുസ്ഹഫ് കൊണ്ടേ എറിയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് മുസ്ലിം അമുസ്ലിം ഒന്നും വ്യത്യാസമൊന്നുമില്ല. എന്നുവെച്ചാൽ മുസ്ലിം നാമധാരിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ കുഫറാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സിഹർ ചെയ്യുക. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ സിഹർ ചെയ്യുന്നവരെന്താവും? കാഫിറാവും. സിഹർ ചെയ്യുന്നവർ കാഫിറാവും. അതേപോലെ തന്നെ കുഫറാകുന്ന പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് മരിച്ചവർക്ക് അല്ലെങ്കിൽ ജിന്നുകൾക്ക് വേണ്ടി ബലിയിറക്കുക എന്നുള്ളത്. പക്ഷെ അവരുടെ അടുക്കലേക്കെത്താൻ അവരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഷർറ് ഭയപ്പെട്ടുകൊണ്ട് ബലിയിറക്കുക എന്നുള്ളത്. അത് ജാഹിലിയത്തിലേക്ക് വളരെ വ്യാപകമായി നടന്നിരുന്നൊരു കാര്യം. അറബികൾ ഏതെങ്കിലും ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വലിയ കച്ചവടം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ പല സന്ദർഭങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ബലിയെറുക്കാറുണ്ട്. സാഹിറന്മാരെടുക്കൽ പോയാൽ അവരെന്ത് ചെയ്യും, പറയും ഇന്ന സ്ഥലത്ത് ഇന്നൊരു ജീവിയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഒന്നും മിണ്ടാതെ അറുത്തിട്ട് അതിനവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറയും. എന്തിനൊന്നും മിണ്ടാതെ അറുക്കുന്നത്? ബിസ്മി ചൊല്ലാതിരിക്കാൻ. ബിസ്മി ചൊല്ലിയാൽ ശൈത്താന് കഴിക്കാൻ പറ്റും. അതിനെ അറുത്തിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറയും. അപ്പൊ ഈ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ജിന്നിനെ പ്രീതിപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല നേർച്ച എന്ന് പറഞ്ഞ് നടക്കുന്ന പല പൂരങ്ങൾ, പല ആഘോഷങ്ങൾ, അതിൽ ശരിക്കും അതിൻ്റെ കണ്ടന്റ് എന്താ, ശരിക്കും എന്താണ് അതിൻ്റെ ബേസ് എന്താണെന്നറിയോ? ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ പ്രീതിക്ക് വേണ്ടി അറുക്കുന്ന നേർച്ചയാക്കുന്ന ആടുകളും മറ്റ് കാര്യങ്ങളും, അതിനെ അറുക്കുന്ന ആ നേർച്ചയാക്കിയ ആടുകളെല്ലാം കൊണ്ടുവന്ന് അറുത്ത് അങ്ങനെ ഒരു ആഘോഷമാക്കുന്ന ദിവസമാണ് ഏത് ദിവസം? ഈ പൂരം നടക്കുന്ന ദിവസം. അതൊക്കെ ശരിക്കും എന്താണ്, വ്യക്തമായ കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്യുക.
അത് വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ഖബറിനോ അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഇനം കുഫറിന്റെ. മൂന്നാമത്തെ ഇനം എന്നുള്ളത് വിശ്വാസം കൊണ്ടാണ്. മൂന്നാമത്തെ ഇനം എന്നുള്ളത് വിശ്വാസം കൊണ്ടാണ്. അതിൽ ഉദാഹരണമാണെന്ത്? അള്ളാഹുവിന് പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന് പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കുക. പങ്കുകാരൻ എന്ന് പറയുമ്പോൾ പങ്കുകാരൻ എന്നുള്ള പേരിൽ തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ മകൻ എന്ന പേരിലോ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള പേരിലോ എന്തെങ്കിലും പേരിൽ, മക്കൾ എന്ന പേരിൽ പല വിശ്വാസങ്ങൾ, മിക്ക കുഫറിന്റെയും ഷിർക്കിന്റെയും മിക്ക വിശ്വാസങ്ങളുടെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിന് എന്താ പറയുക, എന്തെങ്കിലും ഒരു പങ്കുകാരൻ ഏതെങ്കിലും നിലയ്ക്ക് അവന്റെ കഴിവിലോ അധികാരത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കുകാരനുണ്ടെന്നുള്ള വിശ്വാസം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്നോ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്നോ വിശ്വസിക്കൽ. ശ്രദ്ധിക്കണം, നമ്മളൊരു ഹറാമ് ചെയ്യുന്നതും ഒരു ഹലാല് ചെയ്യാതിരിക്കുന്നതും വേറെ വിഷയം. പക്ഷെ നമ്മളത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം അത് ഹലാലാണ്. അള്ളാഹ് ഹറാമാക്കിയതാണെന്ന് അറിയാം, പക്ഷെ എന്നിട്ട് നമ്മളത് വിശ്വസിക്കുന്നത് ഹലാലാണ്. അല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയതാണെന്ന് അറിയാം, എന്നിട്ട് നമ്മളത് വിശ്വസിക്കുന്നത് ഹറാമാണ്. അത് ഇതേപോലെ വിശ്വാസം കൊണ്ട് കുഫർ സംഭവിക്കുന്നൊരു ഉദാഹരണം. അതുപോലെ തന്നെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അർക്കാനുകൾ, അതിനെ നിഷേധിക്കുക, അങ്ങനൊന്നുമില്ല എന്ന് പറയും. എത്രത്തോളം എന്ന് പറയും? നിസ്കരിക്കുന്ന പല മുസ്ലിമീങ്ങളുടെയും, തൗഹീദുള്ള പല മുസ്ലിമീങ്ങളും, മോഡേണിസ്റ്റുകളുടെ കാര്യം ഞാൻ പറയുന്നു, അവർക്കിടയിൽ വളരെയധികം വ്യാപകമായി പടർന്നു പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? സകാത്ത് കൊടുക്കേണ്ടതില്ല. സകാത്ത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം കണക്കാക്കി 2.5% വെച്ച് അങ്ങനെയൊന്നും കൊടുക്കണ്ട. നമ്മൾ സാധാരണ കൊടുക്കുന്ന ചാരിറ്റിയും മറ്റു പ്രവർത്തനങ്ങളൊക്കെ മതി. സകാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മേൽ നിർബന്ധമൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. പല ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഒരാൾ അത് അറിഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു കാര്യം നിർബന്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് കുഫറാണ്. റമളാനിൽ നോമ്പെടുക്കാത്ത ആൾക്കാരുണ്ട്. നോമ്പെന്നുള്ളത് ഫിറ്റ്നസ്സിനുള്ളതാണ്, അല്ലാതെ തന്നെ എൻ്റെ ബോഡി ഫിറ്റാണ്, ഞാൻ പിന്നെ എന്തിനാ നോമ്പെടുക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദീനിന്റെ ഇതുപോലത്തെ അർക്കാനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുക, അങ്ങനൊരു നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യം നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കേണ്ട ആവശ്യം, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചു, എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കുഫറാണ്. ആ ഒരു വിശ്വാസം കുഫറാണ്. അപ്പോൾ ദീൻ നിശ്ചയിച്ച ഒരു കാര്യത്തെ നിഷേധിക്കുക എന്നുള്ളത്, അങ്ങനൊരു വിശ്വാസം, അങ്ങനൊരു നിർബന്ധമില്ല. 5 നേരത്തെ നിസ്കാരമോ അല്ലെങ്കിൽ സക്കാത്തോ നോമ്പോ ഇതൊന്നും, അങ്ങനത്തെ ഒന്നും ഒരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കുന്നത് അത് മറ്റൊരു ഉദാഹരണമാണ്. 4ാമത്തെ ഇനം എന്നുള്ളത് കുഫറിന്റെ ഷക്ക്. ഷക്ക് എന്ന് പറഞ്ഞ സംശയം. അവന് ഉറപ്പില്ല, ഹൃദയ കൽവിൽ എന്തില്ല? യഖീനില്ല. അതിന് ഉദാഹരണമാണ് എന്ത്? ഉയർത്തെഴുന്നേൽപ്പും അതുപോലത്തെ സ്വർഗനരകങ്ങളും. അവന്റെ മനസ്സിൽ യഖീനില്ല, അങ്ങനെ ഉണ്ടാവോ, ചിലപ്പോൾ ഉണ്ടായേക്കും എന്ന രൂപത്തിൽ ഷക്ക്, സംശയം ഉണ്ടാവാം, ഡൗട്ട് ഉണ്ടാവാം. അങ്ങനെ ഡൗട്ട് വന്നാൽ തന്നെ അത് കുഫറാണ്. യഖീൻ, ഉറപ്പ് വേണം നമുക്കതിൽ ഉറപ്പ് വേണം. ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, യഖീൻ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും ഒരാളെയും വിട്ടുകളയാതെ എല്ലാവരെയും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും
അത് അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ലാത്ത കാര്യമാണ് എന്ന ഉറച്ച യഖീൻ നമുക്ക് വേണം. അതേപോലെ തന്നെ സ്വർഗനരകങ്ങളും. സ്വർഗനരകങ്ങൾ നിഷേധിക്കുന്ന, അതിൽ സംശയിക്കുന്ന ആളുകൾ ധാരാളം. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ചല്ല, ഒരുപാട് ആളുകൾ. ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും. ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് പാവപ്പെട്ടവരൊക്കെ സഹായിച്ച് നല്ല രൂപത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത കിട്ടും, അതാണ് സ്വർഗം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ പോലുണ്ട്. നമ്മളെല്ലാവരെയും പ്രയാസപ്പെടുത്തി, എല്ലാവരുടെയും ശാപം വാങ്ങിച്ച്, എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതന്നെ നരകം എന്ന് പറയുന്ന ആളുകളുണ്ട്. പലരും എന്താ പറയുക, നമ്മുടെ പത്രങ്ങളിലും എഴുത്തുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അതങ്ങനെ തന്നെ എഴുതുക പോലും. നരകതുല്യമായ ജീവിതം, അല്ലെങ്കിൽ നരകയാതന അനുഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരുടെ വീട് സ്വർഗതുല്യമാണ്, അങ്ങനെയാണെന്നൊക്കെ കാണും. അപ്പോൾ വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? സ്വർഗ നരകങ്ങളുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം. അത് കുഫറിലേക്ക് എത്തിക്കും, അത് കുഫറാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഈ സംശയം കൊണ്ട് കുഫർ സംഭവിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് ദീനുൽ ഇസ്ലാം. അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതാണോ, സ്യൂട്ടാകുന്നതാണോ? പലർക്കും സംശയമുള്ള കാര്യം, ഒരുപാട് ആളുകൾക്ക് ശക്കുള്ള കാര്യം. ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനൊക്കെ തന്നെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലൊക്കെ തന്നെ, ഖുർആൻ അള്ളാഹിന്റെ കിതാബൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതെല്ലാം പാലിച്ചിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ പോലും ഉണ്ടാവും. എല്ലാം നോക്കിയിട്ടൊന്നും ഈ കാലത്ത് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ തർക്കിക്കാൻ വേണ്ടി ആ ഹറാമ് ചെയ്യാൻ ന്യായീകരണമായിട്ട് പറയുന്നത് വേറെ വിഷയം. പക്ഷെ അവന്റെ മനസ്സിൽ സംശയമുണ്ട്, ഈ ദീൻ എല്ലാ കാലത്തിനും സ്യൂട്ടാവൂല എന്ന സംശയത്തോട് കൂടിയിട്ട് അവൻ പറയുന്നതെങ്കിൽ അത് കുഫറാണ്. എല്ലാ കാലഘട്ടവും, എല്ലാ സെഞ്ചുറികളും, അല്ലെങ്കിൽ എല്ലാ സയൻസും മോഡേണും എല്ലാം ഒക്കെ അതൊക്കെ ഫ്യൂച്ചറൊക്കെ നേരത്തെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു അവതരിപ്പിച്ച ദീന്, ആ ദീൻ ഒരിക്കലും എന്താവൂല, ഔട്ട് ഓഫ് ഡേറ്റ് ആവൂല. ആ ദീൻ ഒരിക്കലും ഔട്ട് ഓഫ് ഡേറ്റ് ആവൂല. അങ്ങനെ ഔട്ട് ഓഫ് ഡേറ്റ് ആകുമായിരുന്നെങ്കിൽ അള്ളാഹു മറ്റൊരു റസൂൽ നിശ്ചയിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഖിയാമത്ത് നാൾ വരെ നിശ്ചയിക്കൂല. അതല്ലേ മുമ്പ് സംഭവിച്ചു. മുമ്പ് ഇത്രയും 1.25 ലക്ഷത്തോളം നബിമാര് വന്നു. ഓരോ നബിമാരും ഓരോരോ നബിമാർ. അതുപോലെ ഒരു നബിനെ അള്ളാഹുവിനെ അയക്കാൻ എന്ത് പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. ഈ ദീന് ഖിയാമത്ത് നാൾ വരേക്കും മതിയായതാണ്. അതുകൊണ്ടാണ് മറ്റൊരു നബിയെ നിശ്ചയിക്കാത്തത്. അപ്പം ആ ഒരു യഖീൻ നമുക്ക് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധതയിലും ഖുർആനിന്റെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, ഇതൊക്കെ അള്ളാഹിന്റെ കലാം തന്നെയാണോ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹിന്റെ റസൂൽ തന്നെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇതൊക്കെ കുഫറാകുന്ന സംശയങ്ങളാണ്. പിന്നെ 5-ാമത്തെ ഇനം എന്നുള്ളത് കുഫറാകുന്നത് തറക്ക്, ഉപേക്ഷ, നമ്മൾ ചെയ്യാതിരിക്കുക. അത് ഒറ്റൊരു കാര്യമുള്ളൂ. എന്താണ്? എന്തുപേക്ഷിച്ചാലാ കാഫറാവാ? നിസ്കാരം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇജ്മാ ഉള്ള വിഷയമൊന്നുമല്ല. അഹ്ലുസുന്നത്തിന് ഉലമാക്കൾക്കിടയിൽ തന്നെ പല പണ്ഡിതന്മാരും അത് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അല്ലാഹു ആലം കൂടുതൽ തെളിവുകൾ ബലം നൽകുന്നത് ഈ ഒരു അഭിപ്രായമാണ്, നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫറാകുന്നില്ല. കാരണം പല താബീങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നൊക്കെ ആ ഒരു വിഷയം ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുല്ല, താബഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 30-ലധികം സഹാബികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഉപേക്ഷിച്ചാൽ കാഫറാകുന്നതായി നിസ്കാരമല്ലാത്ത മറ്റൊരു അമലിനെയും അവർ കണ്ടിരുന്നില്ല എന്ന് അദ്ദേഹം അത്രയും ആളുകളെടുത്ത്, ഏതെങ്കിലും 1-2 സഹാബികളുടെ അഭിപ്രായമായിട്ടല്ല, സഹാബി പ്രമുഖരിൽ അത്രയും ആളുകളുടെ പൊതുവിലുള്ള അഭിപ്രായമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്,
അത് ഉദ്ധരിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുഫറിൻ്റെ ഇനങ്ങൾ 5 ഇനങ്ങളാണ്: സംസാരം, പ്രവർത്തനം, വിശ്വാസം, സംശയം, ഉപേക്ഷ. ഇനി അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഫുസൂഖിലേക്ക് കടക്കാം. ഫുസൂഖിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുഫറിൻ്റെ ഇനങ്ങളിൽ തന്നെ പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ എന്ത് ചെയ്യേണ്ട വീണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ ഗൗരവം കാരണത്താൽ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കാം. എന്താണ്? ഷിർക്കിനെ സംബന്ധിച്ച അത് കുഫറിൻ്റെ ഇനങ്ങളിൽ പെടുന്ന കാര്യം തന്നെയാണ് ഷിർക്ക് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാലോ, അള്ളാഹുവിൻ്റെ റസൂലുമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് തൗഹീദ് സ്ഥാപിക്കാനും ഷിർക്ക് തുടച്ചു നിൽക്കാനും വേണ്ടിയിട്ടാണ്. തൗഹീദ് സ്ഥാപിക്കാനും ഷിർക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് കുഫർ പറയാത്തത്? ശ്രദ്ധിക്കണം. കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടൊരു ഇനമാണെന്ത്? ഷിർക്ക്. കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെക്കാൾ സമൂഹത്തിൽ കൂടുതൽ വ്യാപകമായിട്ടുണ്ടാവുക ഷിർക്കാണ്. അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതും ഷിർക്ക് തന്നെ. കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് പടർന്നു പിടിക്കുക ഷിർക്ക് എന്നുള്ള കുഫറിൻ്റെ ഇനമാണ്. അതുകൊണ്ടാണ് എല്ലാ നബിമാരും നൂഹ് അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുള്ള എല്ലാ റസൂലുമാരും ഇതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പ്രെഡാവും. ചെറിയൊരു ശുബഹത്ത് കൊണ്ടുപോലും എന്ത് ചെയ്യും? ഷിർക്ക് സ്പ്രെഡാവും. മറ്റുള്ള കുഫറിൻ്റെ ഇനങ്ങൾ പോലെയല്ല, വളരെ വേഗത്തിൽ സ്പ്രെഡാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വലിയ വലിയ അമ്പിയാക്കന്മാരും മുർസലീങ്ങളും പോലും ഷിർക്കിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പേടിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ, ഈമാൻ അങ്ങേയറ്റം വർദ്ധിച്ചിട്ടുള്ള ആളുകളൊക്കെ ഷിർക്കിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പേടിക്കുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് സ്പ്രെഡാവും, വളരെ വേഗത്തിൽ. ചെറിയ എന്തെങ്കിലും ന്യായീകരണങ്ങൾ, ശുബഹത്തുകൾ, തെറ്റിദ്ധാരണകൾ മതിയാകും ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് എത്തിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷിർക്കിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കണം. ഷിർക്കിൻ്റെ ഇനങ്ങൾ, ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ. നമ്മളെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം ഷിർക്കിൻ്റെ എല്ലാ അടയാളങ്ങളെയും തുടച്ചു നീക്കിയ, തൗഹീദിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹു മാതൃകയാക്കി നിശ്ചയിച്ച ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം പോലും എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഷിർക്കിനെ പറ്റി പേടിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം. റബ്ബ് ജുനുബ്നി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നീ തടയണമേ, മാറ്റി നിർത്തണമേ. ആലോചിച്ച് നോക്കി, ആരാണ് പ്രാർത്ഥിക്കുന്നത്? സലഫുകൾ പറയാറുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം നിർഭയനല്ലെങ്കിൽ പിന്നെ ആരാണ് നിർഭയനാവുക? പിന്നെ ആർക്കാണ് നിർഭയനാവാൻ സാധിക്കുക? അദ്ദേഹം തകർത്ത വിഗ്രഹങ്ങളുടെ കഥയും അദ്ദേഹം ഒരു നാടിനെതിരെ മൊത്തം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഇബ്രാഹിം നബി ഷിർക്കിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെയാണ് ഷിർക്കിനെ തൊട്ട് നിർഭയനാവാൻ സാധിക്കുക എന്ന് സലഫുകൾ ചോദിക്കാറുണ്ട്. അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, സ്വഹാബികൾപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷിർക്കിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി പലപ്പോഴും ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പരിഹാരമായിക്കൊണ്ട് പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കും, തൗഹീദ് എത്രത്തോളം കംപ്ലീറ്റ് ആകുന്നു, അത്രത്തോളം നമുക്ക് ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി കൂടിക്കൊണ്ടേയിരിക്കും. തൗഹീദ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഈ ഷിർക്കിൻ്റെ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട്
ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ബലികർമ്മം നടത്തൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ നേരത്തെ പറയാത്തൊരു ഉദാഹരണം എന്നുള്ളത് ബറക്കത്ത് എടുക്കലാണ്. ബറക്കത്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപകമാണ്. മരത്തിൽ നിന്ന്, കല്ലിൽ നിന്ന്, മറ്റു പല കാര്യങ്ങളിൽ നിന്നും ബറക്കത്തെടുക്കുക എന്നുള്ളത്. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ, ഖൈബർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനോട് സഞ്ചരിക്കുമ്പോൾ, സ്വഹാബത്തിൽ എന്തുണ്ട്, അവരുടെ കൂട്ടത്തിൽ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സഞ്ചരിച്ചിങ്ങനെ പോകുമ്പോൾ ഷിർക്കിന്റെ നാടുകളിൽ, മുശ്രിക്കുകളുടെ നാടുകളിൽ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? അവരുടെ വാളുകൾ, ആയുധങ്ങൾ, കുന്തവും വാള്, മറ്റുള്ള ആയുധങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഒരു മരത്തിൽ, ഒരു പ്രത്യേക മരത്തിൽ എല്ലാ ആയുധങ്ങളും അവിടെ ഉണ്ട്, അതിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കുന്തമൊക്കെ അവിടെ ചാരി വെച്ചിരിക്കുക. അവരാ മരത്തിനടുക്കലേക്ക് ഈ ആയുധങ്ങൾ വയ്ക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ യുദ്ധത്തിന് പോകുമ്പോൾ ഈ ആയുധത്തിന് എന്ത് ചെയ്യണം, നല്ല ശക്തി, പ്രഹരശേഷി കിട്ടണം. പക്ഷെ ബറക്കത്തെടുക്കാന്ന് പറയും ചുരുക്കത്തിൽ. ഇത് കണ്ടപ്പോൾ സ്വഹാബത്തും ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാ, അവർക്ക് ഇതുപോലത്തെ മരങ്ങളുള്ളതുപോലെ ഞങ്ങൾക്ക് കുറച്ച് മരങ്ങൾ നിശ്ചയിച്ചു തരണം. എന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ. ഇത് എന്താണ്, മുൻപ് കഴിഞ്ഞ അതേ നടപടിക്രമമാണ്. മനുഷ്യന്മാരുടെ ഫിത്തറത്ത് അങ്ങനെയാണ്. മനുഷ്യന്റെ ഫിത്തറത്ത് പെട്ടെന്ന് ഷിർക്കിലേക്ക് വഴുതി പോകുന്ന ഫിത്തറത്താണ്. വളരെയധികം പേടിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽതും വല്ലദീ നഫ്സി ബിയദി കമാ ഖാല ബനൂ ഇസ്രായീല ലി മൂസ. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഏതുപോലെന്നറിയോ? ബനൂ ഇസ്രായേലുകാർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ. അവരെന്താ പറഞ്ഞത്? അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചരിത്രം ഇതിനേക്കാളും പേടിപ്പെടുത്തുന്ന ചരിത്രമാണ്. ഫിറഔനിന്റെ പിടിയിൽ നിന്ന് ആ സമുദ്രത്തെ രണ്ടാക്കി പിളർത്തി ഇവരപ്പുറത്തേക്ക് കടക്കുന്നുണ്ടല്ലോ. അങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് എത്തി അവരിതുപോലെ ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വിഗ്രഹത്തെ കാണും. ഈ സമൂഹം ചോദിക്കാണ്, എന്ത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇതുപോലെ ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കൊരു ആരാധന നിശ്ചയിച്ചു തരണം. അവരുദ്ദേശിച്ചത് റബ്ബിനെ അല്ലാതെ വേറൊരാളെ ആരാധിക്കണം എന്നല്ല. അവർക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു രൂപം, റബ്ബിനെ ആരാധിക്കാൻ എന്നവർ ചോദിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകാർ പറഞ്ഞതുപോലെ. അപ്പം അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്, ബറക്കത്തെടുക്കുക എന്നുള്ളത്. ബറക്കത്ത് അള്ളാഹു, നമ്മൾ ശ്രദ്ധിക്കണം, ബറക്കത്ത് എന്നുള്ളത് അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഖുർആനിൽ കേൾക്കും, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. തബാറക്ക എന്ന് പറഞ്ഞാൽ ബറക്കത്തിൻ്റെ ഏറ്റവും പീക്കിലുള്ള അവസ്ഥയ്ക്കാണ് തബാറക്ക എന്ന് പറയുന്നത്. അത് അറബിയിൽ ഏറ്റവും ബറക്കത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയ്ക്കാണ് തബാറക്ക എന്ന് പറയുന്നത്. അത് അള്ളാഹുനല്ലാതെ ആ പ്രയോഗം ഉപയോഗിക്കൂല. അള്ളാഹുവാണ് ബറക്കത്തിന് ഉടമസ്ഥൻ. അവനാണ് ഓരോ കാര്യങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ അവനൊരു കാര്യത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാവും. അവനൊരു കാര്യത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ ആ കാര്യത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു കാര്യത്തെപ്പറ്റി ഇതിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യാവൂ, അതിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കാവൂ. ഒരു കാര്യത്തിൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇതിൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചെന്നാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ബറക്കത്ത് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ സാധനങ്ങളായിരിക്കും, ചിലപ്പോൾ ചില സ്ഥലമായിരിക്കും, ചിലപ്പോൾ ചില ടൈമായിരിക്കും. പലതിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ മക്കയും മദീനയും സ്ഥലങ്ങൾക്ക് ഉദാഹരണം, ബറക്കത്തുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസിന്റെ സ്ഥലവും.
അതേപോലെ തന്നെ സമയമാണെങ്കിൽ ഉദാഹരണത്തിന് റമദാൻ മാസങ്ങളിൽ, അതേപോലെ തന്നെ എല്ലാ ദിവസത്തിൻ്റെയും ആദ്യ സമയം, സുബ്ഹി കഴിഞ്ഞിട്ടുള്ള തുടക്ക സമയം ബറക്കത്തുള്ള സമയമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനെ പറ്റി മുബാറക്ക് ബറക്കത്തുള്ള ഗ്രന്ഥം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒലീവെണ്ണ, അങ്ങനെ പലതിനെയും പറ്റി, പല കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുള്ളതായി പഠിപ്പിച്ചു. അത്തരം കാര്യങ്ങൾ എന്നല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ബറക്കത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും റബ്ബ് അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ നല്ല പ്രവർത്തനങ്ങളും, നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബറക്കത്ത് പ്രതീക്ഷിക്കാം. നമ്മൾ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബറക്കത്ത് പ്രതീക്ഷിക്കാം. ഒരാൾ കച്ചവടക്കാരനാണ്, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടത്തിനിടയിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ദീൻ പഠിക്കുകയോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുകയോ ദിക്റുകൾ അധികരിപ്പിക്കുകയോ അങ്ങനെ പറ്റുന്ന ഇബാദത്തുകളൊക്കെ അധികരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ അയാൾക്ക് കച്ചവടത്തിൽ ബറക്കത്ത് പ്രതീക്ഷിക്കാം, പ്രശ്നമില്ല. ദീൻ പഠിപ്പിച്ചു തന്ന കാര്യം, ബറക്കത്ത് ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ബറക്കത്ത് പ്രതീക്ഷിക്കാം. അതല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, ബറക്കത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വിയർപ്പ്, തുപ്പല് പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിക്കഴിഞ്ഞാൽ ആ തുപ്പല് നിലത്ത് വീഴൂല. പക്ഷെ ഇതേ കാര്യം മറ്റാർക്കെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലർ തുപ്പലോട് തുപ്പലാണ്, ചില തലയിൽ കെട്ടുകാർ ഒരേ തുപ്പലാണ്. തുപ്പി അവർക്ക് മതിയായപ്പോൾ നേരത്തെ തുപ്പൽ വാങ്ങിച്ച ആളുകളോട് തുപ്പാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിൽസില പരമ്പരയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അവരുടെ കാലത്ത് ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരാൾ പോലും ബർക്കത്ത് എടുത്തിട്ടില്ല. സ്വഹാബത്തിനിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ത്, അബൂബക്കറും ഉമറുമാണ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് ഒരാൾക്ക് പോലും തർക്കമില്ലാത്ത കാര്യം. എന്നിട്ട് പോലും അവരിൽ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, അവരോ താബീങ്ങളോ ആരും അവരിൽ നിന്ന് ബർക്കത്ത് എടുത്തിട്ടില്ല. അത് റബ്ബ് നിശ്ചയിച്ച് പഠിപ്പിച്ചെന്ന കാര്യങ്ങളിൽ നിന്നല്ലാതെ ബർക്കത്തെടുക്കാൻ പാടില്ല. റബ്ബ് നിശ്ചയിച്ച കാര്യങ്ങളിൽ നിന്നല്ലാതെ ബർക്കത്തെടുക്കുക പാടില്ലാത്തതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷിർക്കിന്റെ ഒരു രൂപമാണെന്ത്, ഇത്തരം മരങ്ങളിലോ കല്ലുകളിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ബറക്കത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഷിർക്കിന്റെ നമുക്കറിയാം രണ്ട് ഷിർക്കുണ്ട്, വലിയ ഷിർക്കും ചെറിയ ഷിർക്കും. നമ്മൾ ശ്രദ്ധിക്കണം, വലിയ ഷിർക്ക് ചെറിയ ഷിർക്ക് എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറ് ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, അങ്ങനെയല്ല. ഒരാൾ മുസ്ലിം അല്ലാതാകൂല, കാഫറാവൂല എന്ന് വേർതിരിച്ചറിയാനാണ് വലിയ ഷിർക്ക് ചെറിയ ഷിർക്ക് എന്ന് വേർതിരിച്ച് പറയാം. അതല്ലാതെ തെറ്റ് ചെറുതായതുകൊണ്ടല്ല, ആ തെറ്റ് നിസ്സാരമായ തെറ്റായതുകൊണ്ടല്ല. ചെറിയ ഷിർക്ക് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ള വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ്. ബാക്കി ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റുള്ള വൻപാപങ്ങളെക്കാൾ അപകടം പിടിച്ച കാര്യങ്ങളാണ് ചെറിയ ഷിർക്ക് എന്നുള്ളത്. അപ്പം അത് പേടിക്കണം, വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ ഷിർക്കിന്റെ ഉദാഹരണങ്ങൾപ്പെട്ടത് കുറേ ഉദാഹരണങ്ങളുണ്ട്. ചെറിയ ഷിർക്കിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക, അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബായിക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്നൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കിടയിൽ ജാഹിലിയത്തിൽ വ്യാപകമായിട്ടുള്ള കാര്യമാണ് എന്ത്, കഴിഞ്ഞു പോയ പിതാക്കന്മാരെ പൂർവ്വപിതാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യാന്നുള്ളത്.
എൻ്റെ ഉപ്പുപ്പയാണ് സത്യം, വല്ലുപ്പയാണ് സത്യം, എൻ്റെ വല്ലുപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പയാണ് സത്യം. അങ്ങനെ എന്താ പറയുക, അത് അവർക്കൊരിതാണ്, ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ പരമ്പരയിൽ ഇത്ര വലിയ പോരാളി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു ധർമ്മിഷ്ഠൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത് എടുത്തു പറയുന്നത്, അതിലേക്ക് അങ്ങനെ ചേർത്തി പറയാന്നുള്ളത് അന്നത്തെ കാലത്ത്, ജാഹിലിയ കാലത്തിൽ അവരെന്തോ വലിയ മഹത്വമായി കണ്ടിരുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മൻ ഹലഫ ബിൽ അമാനതി ഫലൈസ മിന്ന. അമാനത്ത്, വിശ്വസ്തത കൊണ്ട് ഒരാൾ സത്യം ചെയ്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതും അറബികൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന കാര്യം. വിശ്വസ്തത കൊണ്ട് സത്യം ചെയ്യാം. പക്ഷെ ഞങ്ങളാ പറയുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കണം, അത്രയും വിശ്വസ്തതയോടു കൂടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വിശ്വസ്തതയെ കൊണ്ട് സത്യം ചെയ്യാം. അതും അറബികൾക്കിടയിൽ വ്യാപകമായിരുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുവെച്ചാൽ മുസ്ലിം അല്ല എന്നാണോ? അല്ല, അതിൻ്റെ അർത്ഥം അത് വൻപാപമാണെന്ന്. അത് വൻപാപമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. ഒരാൾ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഏത് ശിർക്ക? വലിയ ശിർക്കോ ചെറിയ ശിർക്കോ? ചെറിയ ശിർക്കാണ്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കേട്ടിട്ടുണ്ടാവും ഒരു ജൂതൻ. അത് രണ്ട് തരത്തിലുണ്ട്. ഒരു സഹാബി സ്വപ്നം കണ്ടതായിട്ടൊരു റിവായത്തുണ്ട്, നേരിട്ട് വന്ന രൂപത്തിൽ ഒരു റിവായത്തുണ്ട്. അതിന് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു ജൂതനായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണുണ്ട്, നബി സല്ലല്ലാഹു അടുക്കൽ വന്നിട്ട് പറയണം, ഇന്നക്കും തുശ്രിക്കൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, മുസ്ലിമീങ്ങളായിട്ടുള്ള നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കാരണം, എങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നത്, എന്താ കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ ജൂതൻ പറയാണ്, തഖൂലു, നിങ്ങൾ പറയുന്നുണ്ട്, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നത്. മറ്റൊരു ശിർക്ക്, ചെറിയ ശിർക്കിന് മറ്റൊരു രൂപമാണ്. ചെറിയ ശിർക്കിന് മറ്റൊരു രൂപമാണ്. അള്ളാഹുവിനെ പറയുമ്പോൾ അതേപോലെ തന്നെ പടപ്പിനെയും പറയും. ഇപ്പൊ ധാരാളം നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. ഇപ്പൊ രോഗമൊക്കെ മാറിക്കഴിഞ്ഞാൽ, ചികിത്സ കിട്ടി രോഗം ഭേദമായി കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? എന്താ പറയാ, റബ്ബിന്റെ അനുഗ്രഹവും ഡോക്ടറുടെ മികവും കൊണ്ടാണ് എൻ്റെ രോഗം മാറിയെന്ന്. അങ്ങനെ പോലും പറയുന്ന ആളുകൾ സമൂഹത്തിൽ കുറവാണ്. സാധാരണ പറയാൻ നേരെ തിരിച്ചാണ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഡോക്ടറെ എൻ്റെ കാര്യം കഷ്ടത്തിലായെന്നാ പറയാം. അതൊക്കെ ഈ ചെറിയ ശിർക്കിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പടപ്പിനെ റബ്ബിലേക്ക് അതേപോലെ തന്നെ കണക്ട് ചെയ്ത് പറയുന്നത് പോലും ചെറിയ ശിർക്കിൽപ്പെട്ടതാണെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള കാര്യമായിരിക്കും അങ്ങനെ പറയുന്നത്. മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിനെ ശിർക്കായിട്ട്, ചെറിയ ശിർക്കിന്റെ ഇനമായിട്ട് പഠിപ്പിച്ചു. ഡോക്ടറുടെ മികവും അള്ളാഹുവിന്റെ കാരുണ്യവും എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യവും പിന്നെ ഡോക്ടറുടെ മികവും എന്നേ പറയാവൂ. രണ്ടും ഒരുപോലെ ഒരേ പദവി നൽകി, അത് സംസാരത്തിൽ, വിശ്വാസം പോലും ഇല്ല, സംസാരത്തിൽ അങ്ങനെ ഒരേ പദവി നൽകുന്നത് പോലും ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ജൂതൻ വന്നിട്ട് പറയുന്നതാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നുണ്ട്, മാഷാ അല്ലാഹു വശിഅത എന്ന് പറയുന്നുണ്ട്. പിന്നെന്തും പറയുന്നുണ്ട്, വൽ കഅബ, കഅബയാണേ സത്യം എന്ന് പറയുന്നുണ്ട്, കഅബയാണേ സത്യം എന്ന് പറയുന്നുണ്ട്. കഅബയാണ് സത്യം. നമ്മൾ ആലോചിക്കുക, കഅബ ഏറ്റവും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആദരണീയമായ ഭവനം. ആ ഭവനത്തെ കൊണ്ടൊരാൾ എന്ത് ചെയ്യും? സത്യം ചെയ്യണം. വൽ കഅബ, കഅബയാണേ സത്യം. അത് ചെറിയ ശിർക്കാണ്, ചെറിയ ശിർക്കാണ്. അതുകൊണ്ട് പോലും സത്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തുകൊണ്ടായിരിക്കും പറ്റുക?
അതുപോലും ചെറിയ ഷിർക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് എന്ത് ചെയ്യണം? ഇനി മുതൽ അങ്ങനെ പറയരുത്. മാഷാ അല്ലാഹു വശിഅത എന്ന് പറയരുത്. മാഷാ അല്ലാഹു സുമ്മ ശിഅത, പിന്നീട് എന്ന് പറയണം. ഒരേപോലെ രണ്ടിനും ഒരേ കാറ്റഗറിയാണ്, ഒരേ ദർജയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കരുത്. അതേപോലെ തന്നെ വൽ കഅബ എന്ന് പറയരുത്. വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണേ സത്യം, അങ്ങനെ സത്യം ചെയ്യാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ വിമർശിക്കാം, ശക്തമായി ആക്ഷേപിക്കാം. എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, താങ്കൾ എന്നെ അള്ളാഹുവിന് സമനാക്കുകയാണോ? എന്നെ താങ്കൾ അള്ളാഹുവിന് സമനാക്കുകയാണോ എന്ന് ചോദിച്ചു. അയാളെ കൽബിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കറിയാം മുസ്ലിമായ ഒരാളാണ്. പക്ഷേ സംസാരത്തിൽ ആ ഒരു എന്ത് വരുന്നുണ്ട്? ഒരേപോലെ ആക്കുന്ന സംസാരം വരുന്നുണ്ട്. അതുപോലും അങ്ങനെ സംസാരത്തിൽ പോലും വരാൻ പാടില്ല. സംസാരത്തിൽ പോലും വരാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ചെറിയ ഷിർക്കിൽപ്പെടുന്ന മറ്റൊരു ഉദാഹരണമാണ് ഏലസ് കെട്ടുക. ചെറിയ ഷിർക്കിൽപ്പെടുന്ന മറ്റൊരു ഉദാഹരണമാണ് ഏലസ് കെട്ടുക എന്നുള്ളത്. അത് ഏലസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരാണോ ഏലസ് കെട്ടിയത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഹദീസിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചത്. ഏലസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ ചില ചരടായിട്ടുണ്ടാവും, ചിലപ്പോൾ വളയമായിട്ടുണ്ടാകും, പലതരത്തിൽ, ചിലപ്പോൾ എന്താ പറയുക, പല രൂപത്തിലുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളതവിടെ കെട്ടിത്തൂക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കെട്ടുന്നത് കൊണ്ട് അവിടെ ധരിക്കുന്നത് കൊണ്ട് ഒരു ഷർറ് തടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹൈറ് കരസ്ഥമാക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്താലും, അതിപ്പോൾ വളയമാണെങ്കിലും ചരടാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ അതിൽപ്പെടും. അതെല്ലാം ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതൊക്കെ ചെറിയ ഷിർക്കിൽപ്പെടുന്ന, അതെല്ലാം ചെറിയ ഷിർക്കിൽ പെടുന്ന കാര്യം. അത് വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാം. വീടുകളിലുണ്ടാവും, വാഹനങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും വളരെ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. പല രൂപത്തിൽ, പല കോലത്തിൽ. അതൊക്കെ എന്താണ്? തമീമത്തിന്റെ പരിധിയിൽപ്പെടുന്ന. എങ്ങനെ? അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് രണ്ടവസ്ഥകളുണ്ട്. ഒരാൾ ഈ ചരട് കെട്ടുന്ന അല്ലെങ്കിൽ തമീമത്ത് കെട്ടുന്നത് അവൻ വിശ്വസിക്കുകയാണെന്ത്, ഇത് തന്നെ എനിക്കെന്ത് ചെയ്യും, രോഗം വരാതെ തന്നെ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് വലിയ ശിർക്കാണ്, അവൻ മുസ്ലിം അല്ലാതാവും. എന്നാൽ ഒരാൾ വിശ്വസിക്കുന്നത് ഇത് കാരണത്താൽ റബ്ബ് എനിക്കെന്ത് ചെയ്യും, രോഗം വരാതെ തന്നെ സംരക്ഷിക്കും, ഇത് ഞാൻ കെട്ടിയ കാരണത്താൽ റബ്ബ് എനിക്ക് രോഗം വരാതെ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ചെറിയ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ 10 ആളുകൾ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അവരെന്ത് ചെയ്താണ്? ബൈഅത്ത് കൊടുക്കാൻ വന്ന. അപ്പൊ ഈ 10 ആളുകളിൽ 9 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് നൽകി, കൈ കൊടുത്തു, ബൈഅത്ത് നൽകി. 10ാമത്തെ ആൾക്ക് ബൈഅത്ത് കൊടുത്തില്ല. അപ്പൊ കൂടെയുള്ളവർ ചോദിച്ചു, താങ്കൾ എന്താണ് റസൂലേ ഇയാൾക്ക് മാത്രം ബൈഅത്ത് കൊടുക്കാതിരുന്നത്, ബാക്കി 9 പേർക്കും ബൈഅത്ത് കൊടുത്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അലൈഹി തമീമ, അവന്റെ മേലെന്തുണ്ട്? തമീമത്തുണ്ട്, ഏലസുണ്ട്. അപ്പൊ അദ്ഖല യദഹു ഫഖതഅഹ ഫബായഹു, അപ്പൊ അയാൾ അപ്പം തന്നെ എന്ത് ചെയ്തു? അയാളുടെ ഏലസ് മുറിക്കുകയും എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരാണോ തമീമത്ത് ഏലസ് കെട്ടുന്നവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു.
അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സുഹാബി അബ്ദുല്ലാഹിബ്നു ഹക്കീം എന്ന് പറയുന്ന സഹാബി, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഒരു രോഗി കാണാം, ഒരു താബിഈ ആയിട്ടുള്ള ഒരാൾ, അയാൾക്കറിയില്ല, അയാൾ ദീൻ സ്വീകരിച്ചിട്ട് പുതിയ ഒരാളാണ്. അയാൾ വന്നിട്ട് പറയാണ്, അയാൾക്ക് എന്തൊക്കെയോ മുഖത്തൊക്കെ ഒരു ചുവന്ന് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട്, എന്തൊരു രോഗം ബാധിച്ചിട്ട്. അപ്പൊ ഈ വല്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു, അലാ തുഅല്ലിഖു തമീമത്ത്, താങ്കൾക്കൊരു തമീമത്ത് ഏലസ് കെട്ടിക്കൂടെ, താങ്കൾക്കൊരു ഏലസ് കെട്ടിക്കൂടെ എന്ന് താബിഈ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ദാലിക്, അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു, രക്ഷ തേടുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ ഷൈഅൻ ബുഖില ഇലൈഹി, ആരെങ്കിലും ഒരു കാര്യം, ഒരു ഏലസ് കെട്ടിത്തൂക്കിക്കഴിഞ്ഞാൽ അവൻ അതിലേക്ക് നിശ്ചയിച്ചു കൊടുക്കപ്പെടും. അവന്റെ സംരക്ഷണം റബ്ബ് പിന്നെ എന്ത് ചെയ്യില്ല, ഏറ്റെടുക്കൂല. അവൻ എന്തിലാണോ സംരക്ഷണം പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് അവനെ വിട്ടുകൊടുക്കും, അതിലേക്ക് അവനെ വിട്ടുകൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പല യാത്രകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, സഹാബത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്, ഒരാളെ പറഞ്ഞയക്കാം, എന്നിട്ട് പറയണം നിങ്ങളുടെ വീടുകൾ അല്ലെങ്കിൽ ടെന്റുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, ഒട്ടകങ്ങൾ, ഇതിൻ്റെ ഒന്നും എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഏലസ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യാത്രാ സംഘത്തിലെ എല്ലാ ഏലസുകളെയും മുറിച്ചു കളഞ്ഞ സംഭവമൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് വളരെ പേടിക്കേണ്ട, വളരെയധികം വ്യാപകമായിട്ടുള്ള ചെറിയ ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾക്കറിയാം, ചെറിയ ശിർക്കിന്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപം, നമുക്ക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന പ്രത്യക്ഷമായിട്ടുള്ള രൂപങ്ങളാണ്. ഇതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ ശിർക്കിന്റെ അതിനേക്കാൾ അപകടം പിടിച്ച വേറൊരു ഭാഗമുണ്ട്. അത് പ്രത്യക്ഷമല്ല, അതാണ് അതിന്റെ അപകടം. ഒരിക്കൽ എത്രത്തോളം അപകടം ഉണ്ടെന്ന് അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനടുക്കിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലാം, മസ്ജിദിലിരിക്കുമ്പോൾ കടന്നു ചെല്ലുമ്പോൾ സഹാബത്ത് ഭയങ്കര ചർച്ച, കൂലങ്കഷമായ ചർച്ചയിലാണ്, കാര്യമായ ചർച്ച ചെയ്യാൻ, സംസാരിക്കാം. അപ്പൊ ഇവരുടെ ഈ ചർച്ചയുടെ ഇതൊക്കെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്താണ് വിഷയം, എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ പറ്റി സംസാരിക്കും. മസീഹു ദജ്ജാലിന്റെ ഫിത്ന നമുക്കറിയാലോ, ഏറ്റവും വലിയ ഫിത്നയാണ്. നൂഹ് അലൈഹിസ്സലാം മുതൽ എല്ലാ റസൂലുമാരും എന്ത് ചെയ്തിട്ടുണ്ട്, മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയണത്, മസീഹു ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. മസീഹു ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്തിനാണെന്നറിയോ? അശ്ശിർക്കുൽ ഖഫി, പ്രകടമാകാത്ത ശിർക്കിന്. ചില റിവായത്തിൽ ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കിനാണ് എന്നും വന്നിട്ടുണ്ട്. ഇന്ന അഖ്വഫമാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളുടെ മേൽ ഞാൻ അതിനേക്കാളും ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ്. അവർ ചോദിക്കും, സ്വഹാബത്ത്, യാ റസൂലല്ലാഹ് വമ ശിർക്കുൽ അസ്ഗർ, ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണം എന്താ? റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യത എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഉദാഹരണം പഠിപ്പിച്ചിരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഉദാഹരണം പഠിപ്പിച്ചിരുന്നു. എന്താണ്? ഒരു വ്യക്തി നിസ്കരിക്കാം, അവൻ നിസ്കരിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. നമ്മളിപ്പോ മുനാഫിക്കുകളെ പോലെ ആരും നിസ്കാരം പോലും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യില്ല. നമ്മൾ നിസ്കരിക്കാൻ വരുന്നതൊക്കെ അള്ളാഹുക്ക് വേണ്ടിക്കാൻ, നിസ്കരിക്കുന്നതൊക്കെ റബ്ബിന് വേണ്ടിയിട്ട് തന്നെ. പക്ഷെ നിസ്കരിക്കാൻ നിന്ന് നിസ്കാരം തുടങ്ങിയപ്പോൾ എന്തായി? പല ആളുകളും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ അവന്റെ നിസ്കാരത്തിന് അവൻ എന്ത് ചെയ്യാണ്? ഭംഗി കൂട്ടാണ്. നിസ്കാരത്തിന് അവന് ഭംഗി കൂട്ടാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോപ്യമായ ശിർക്കിന് ഉദാഹരണമായിട്ട് പഠിപ്പിച്ചത്.
നബി പറയണത് എന്ത്? അശ്ശിർക്കുൽ ഖഫിയു, ഷിർക്കുൽ ഖഫി എന്നാൽ അയ്യഖൂമ റജുലു യുസല്ലി, ഒരാൾ നിസ്കരിക്കാൻ, ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, ആളുകൾ അവനെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവന്റെ നിസ്കാരത്തിന് ഭംഗി കൂട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ഹൈവേ എക്സ്പ്രസ് പോകുന്ന പോലെ നിസ്കരിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ വളരെ അതൊക്കെ സാവകാശം വലിയ സൂറത്തൊക്കെ ഓതി റുക്കൂയിലൊക്കെ കുറേ നേരം നിന്ന്, അങ്ങനെ സുജൂദിൽ കുറേ നേരം നിന്ന് വളരെ ശാന്തമായി. ചില ആൾക്കാർ കരയുക പോലും ചെയ്യും, ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അവൻ ഒറ്റയ്ക്ക് കരയാൻ കഴിയൂല. ഒറ്റയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ, സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ രാത്രി നിസ്കരിക്കുമ്പോഴൊന്നും കരയാൻ കഴിയൂല. ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കരയാൻ കഴിയും. ഒരാവേശം. അത് ഷിർക്കുൽ ഖഫിയ, ചെറിയ ഷിർക്കാണ്, അല്ലെങ്കിൽ ഗോപ്യമായ ഷിർക്കാണ്. ഇതിന്റെ അപകടം എന്താണെന്നറിയോ? ചെറിയ ഷിർക്കിന്റെ, നമ്മൾ ഈ ചെയ്യുന്ന അമല് അത് റബ്ബ് സ്വീകരിക്കൂല. ഒന്നാമത്തെ പ്രശ്നം, ഏത് അമലാണോ നമ്മൾ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് ആ അമല് റബ്ബ് സ്വീകരിക്കാതെ. അത് നിസ്കാരം എന്നുള്ളൊരു എക്സാമ്പിൾ മാത്രം, ഉദാഹരണം മാത്രം. അതേത് റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യേണ്ട, പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യേണ്ട ഏതൊരു പ്രവർത്തനവും നമ്മൾ ഇതുപോലത്തെ മറ്റെന്തെങ്കിലും ആളുകളുടെ തൃപ്തിയോ അവരുടെ പ്രശംസയോ എന്തെങ്കിലും പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇതിന്റെ പരിധിപ്പെടും. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ അപകടം, ആ അമല് ബാത്തിലാവും, റബ്ബ് സ്വീകരിക്കൂല. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ഈ റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത അമലുകൾ, അതിനുള്ള പ്രതിഫലം റബ്ബ് എന്താ പറയാന്നറിയോ അവനോട്? നീ ആരെ കാണിക്കാനാണോ ചെയ്തത് അവരടുക്കലേക്ക് പോയിക്കൊള്ളാൻ പറയും. എന്നിട്ട് അവരെടുക്കൽ എന്തെങ്കിലും പ്രതിഫലം ഉണ്ടോ നോക്കിയിട്ട് വരാൻ പറയും. അപമാനിക്കാം, അവനെ അപമാനിക്കാം. ഒന്നാമത്തെ അപകടം അതാണ്. നമ്മുടെ ആ അമല് പ്രതിഫലം നഷ്ടപ്പെട്ടു. അതിനേക്കാളും വലിയ അപകടം എന്താണെന്ന് പറയുന്നത്, നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടും. ആണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ ആ അമല് ചെയ്ത അമല് ബാത്തിലായി, നമുക്ക് നഷ്ടപ്പെട്ടു, ലോസ് സംഭവിച്ചു എന്നതാണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിന്റെ അപകടം പിന്നെയും വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു തിന്മ കാരണത്താൽ ശിക്ഷിക്കപ്പെടുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശിക്ഷിക്കപ്പെടുന്നു മാത്രമല്ല, അതിനേക്കാളും അപകടം പിടിച്ച മറ്റൊരു വിഷയമാണ് എന്ത്? ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക ഇങ്ങനെയുള്ള ആളുകളെ. ആദ്യമായിട്ട് നരകത്തിലേക്ക് ഖിയാമത്ത് നാളിൽ ഈ കണ്ട ആളുകൾ, കാഫിറുകളുണ്ട്, മുശ്രിക്കുകളുണ്ട്, എല്ലാത്തരം ആൾക്കാരുണ്ട്. അവരൊക്കെ നിൽക്കെ ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക ഇങ്ങനെയുള്ള ആളുകളാണ്. തൗഹീദുണ്ട്, അല്ലെങ്കിൽ ഈമാനുണ്ട്, പക്ഷേ അവന്റെ ജീവിതത്തിലെ അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഉദാഹരണങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ഒന്നാമത്തെ ആള് ദീൻ പഠിപ്പിച്ച് ഖുർആൻ പാരായണമൊക്കെ ചെയ്ത ഒരാൾ. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഹാജരാക്കി അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തി. ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയണ്ട, വളരെ അഭിമാനത്തോടെ പറയണം, റബ്ബേ ഞാൻ നിന്റെ മാർഗത്തിൽ ദീൻ പഠിച്ചു, നിന്റെ ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്തെന്ന് പറയുമ്പോൾ റബ്ബ് അവനോട് പറയണ്ട, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ദീൻ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മാഷാ അല്ലാഹ് നല്ല ഇൽമുള്ള ആളാണ്, ആലിമാണ്, അല്ലാമയാണ്, അല്ലെങ്കിൽ എന്താ ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഇങ്ങനെയൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നീ നല്ല ഖുർആൻ പാരായണം ചെയ്തത്, നീ നല്ലൊരു ഖാരി ആണ്, അതിൻ്റെ ഓത്തെന്ത രസമാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ് നീ എന്ത് ചെയ്തത്? നല്ല ഭംഗിയിൽ ഖുർആൻ പാരായണം ചെയ്തത്. അത് പറയപ്പെട്ടിട്ടുണ്ട്. നീ ആഗ്രഹിച്ചത്, നീ ലക്ഷ്യം വെച്ചത് നിനക്ക് കിട്ടി, നിനക്ക് അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ എൻ്റെ അടുക്കൽ നിനക്കൊരു പ്രതിഫലമില്ല, എൻ്റെ അടുക്കൽ നിനക്കൊരു പ്രതിഫലവും ഇല്ല എന്ന് പറയുകയും
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ എന്ത് ചെയ്യും? മലക്കുകളോട് മുഖം നിലത്തുകുത്തിയ അവസ്ഥയിൽ, ആളുകളൊക്കെ കാണുന്നത്, എല്ലാ പടപ്പുകളും നോക്കി നിൽക്കെ മുഖം നിലത്തുകുത്തിയ അവസ്ഥയിൽ അവനെ വലിച്ചഴച്ചുകൊണ്ട് എന്ത് ചെയ്യും? നരകത്തിലേക്ക് വലിച്ചെറിയും. ഇതേപോലെ തന്നെ യുദ്ധത്തിൽ ഷഹീദായ ഒരാൾ, യുദ്ധത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടു, അവനെയും ഇതേപോലെ കൊണ്ടുവരും. അവനും യുദ്ധത്തിൽ പങ്കെടുത്തതും കൊല്ലപ്പെട്ടതൊക്കെ എന്തിനു വേണ്ടി മാത്രമായിരുന്നു? അവനൊരു വീരനാണ്, അല്ലെങ്കിൽ ധീരനാണ്, പോരാളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രമേ. മൂന്നാമത് കൊണ്ടുവരിക ഒരു ധർമ്മിഷ്ഠനെയാണ്. സമ്പത്ത് ധാരാളമായി ഉദാരമായി സംഭാവനകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന, സമ്പത്ത് ചെലവഴിച്ചിരുന്നൊരാൾ. അയാളും ഇതേപോലെ തന്നെ. അയാൾ സമ്പത്ത് ചെലവഴിച്ചത് ആളുകൾ, അയാൾ നല്ലൊരു ധർമ്മിഷ്ഠനാണ്, അയാൾ ദീനിന്റെ വിഷയമാണെങ്കിൽ അയാൾ ഒന്നും നോക്കണ്ട, അയാൾ നിറയെ സമ്പത്ത് ചെലവഴിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അത് പറയപ്പെട്ടു. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇ യുറാഇല്ലാഹു ബിഹി. ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രശംസ കിട്ടാൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതേ പ്രവർത്തനം വെച്ച് അള്ളാഹുവിനെ ഖിയാമത്ത് നാളിൽ വഷളാക്കും. അതേ പ്രവർത്തനം വെച്ച് അള്ളാഹു എന്ത് ചെയ്യും? അവനെ ഖിയാമത്ത് നാളിൽ വഷളാക്കും. പക്ഷെ ജനങ്ങൾക്കിടയിൽ എന്നുവെച്ചാൽ ഇവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേർ വിപരീതം അവന് ശിക്ഷയായിട്ട് കിട്ടും. ഇവൻ ഉദ്ദേശിച്ചത് എന്താ, ലക്ഷ്യം വെച്ചത് എന്താ? ആളുകൾക്കിടയിൽ സൽകീർത്തി കിട്ടണം. അതേ ആളുകൾക്കിടയിൽ ഇവന്റെ പേര് അള്ളാഹു എന്ത് ചെയ്യും? അവനെ അപമാനിക്കും, അവനെ നാണം കെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വളരെ പേടിക്കേണ്ട വിഷയമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഷിർക്കിന്റെ ഇനങ്ങളിൽ പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് തീറത്ത് എന്നുള്ളത്. തീറത്ത് പറഞ്ഞാൽ മലയാളത്തിൽ ശകുനം നോക്കാന്ന് പറയും. തീറത്ത് എന്ന് പറഞ്ഞാൽ ശകുനം നോക്കാന്ന് പറയും. ശകുനം നോക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഒരു നന്മയും തിന്മയുമായിട്ട് കണക്ട് ചെയ്യുക. റബ്ബ് കണക്ട് ചെയ്തതല്ല, റബ്ബ് നന്മയും തിന്മയുമായിട്ട് കണക്ട് ചെയ്തൊന്നുമല്ല, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നന്മയും തിന്മയായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിൽ കൂടെ ഓടിപ്പോയാൽ പിന്നെ ആ വഴി കൂടെ പോയിട്ട് കാര്യമില്ല. എന്തിനാണോ ഇറങ്ങിയത് ആ കാര്യം നടക്കൂല. ആ കാര്യവും ഈ കറുത്ത പൂച്ചയും തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത്? അത് റബ്ബ് പഠിപ്പിച്ചെന്ന കണക്ഷനാണോ? അല്ല. അപ്പോൾ ഇതിന് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോവാതിരിക്കുക. നമ്മൾ പോകുമ്പോൾ കറുത്ത പൂച്ച മുന്നിൽ കൂടെ പോയി, പക്ഷെ നമ്മൾ കാര്യമാക്കിയില്ല, നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഈ തീറത്ത് എന്നുള്ളതിൽ നമ്മൾ പെടൂല. എന്ന് വെച്ചാൽ ആ ഒരു വൻപാപം നമ്മൾ ചെയ്തവരാവൂല. പക്ഷെ നമ്മളത് മടക്കുകയാണ്. ഈ കറുത്ത പൂച്ച പോയി, ശരിയാവൂല, ഇന്നിപ്പോൾ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയ പോക്ക് പകുതി വെച്ച് തിരിച്ചു പോവുകയാണെങ്കിൽ അത് വൻപാപമാണ്. അത് വൻപാപമാണ്. അതേപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഒറ്റയ്ക്കൊരു മൈനയെ കാണാം. പല നാട്ടിൽ പലതാണ്. പല നാട്ടിൽ പല കാര്യങ്ങളാണ്. പലതിനെയും നല്ല കാര്യങ്ങൾ, നല്ല അടയാളമാണ്. കണി കാണാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? കണി കാണുക എന്നുള്ളത് അതെന്താ? ആ വർഷം അവർക്ക് ആരംഭിക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു കാര്യത്തെ കണ്ടിട്ട് ആ വർഷം ആരംഭിച്ചാൽ ആ വർഷം നല്ല വർഷമായിരിക്കും. മോശം എന്തെങ്കിലും കാര്യം കണ്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വർഷം മോശം വർഷമായിരിക്കും. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ നന്മയും തിന്മകളെയും റബ്ബ് നിശ്ചയിക്കാത്ത, കണക്ട് ചെയ്യാത്ത കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. അതിനാണ് തീറത്ത് എന്ന് പറയും. അതിനെയാണ് തീറത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത്തരം നമുക്ക് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബോധ്യമുള്ള കാര്യമാണ്, റബ്ബ് ഖൈർ തന്നാൽ ഖൈർ കിട്ടും, റബ്ബ് ഷർറ് നിശ്ചയിച്ചാൽ ഷർറ് ബാധിക്കുകയും ചെയ്യും.
റബ്ബ് എന്താ പറയുക, നമുക്ക് റബ്ബൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും. ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട ചിന്തകളാണ്. അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ചൊവ്വാദോഷം, കണ്ടകശനി, കുറേ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ഇനങ്ങൾ, രൂപങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഇസ്ലാമിക വേർഷനാണെന്ത്? അത് ഇസ്ലാമികമല്ല, ആളുകൾ ഇസ്ലാമികമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണെന്ത്? നഹ്സ്. നഹ്സ് നോക്കലുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ല? മുഹറം മാസം മൊത്തം നഹ്സിന്റെ മാസം. മുഹറം മാസത്തിൽ എന്ത് ചെയ്യില്ല, ഈ ഖുറാഫികൾ കല്യാണം കഴിക്കൂല, കച്ചവടം തുടങ്ങും, ഒന്നും തുടങ്ങൂല. കാരണം അന്ന് ആ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ കച്ചവടം ലാഭമാവില്ല. ആ മാസം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകില്ല. ആ മാസം വീട് കൂടി താമസിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയില്ല. എങ്ങനെ? അതിനെയാണ് ശകുനം നോക്കാന്ന് പറയുന്നത്. അത് വൻപാപങ്ങളിൽപ്പെട്ട, വൻപാപങ്ങളുടെ ബാക്കിയുള്ള വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ള ഷിർക്കിന്റെ, ചെറിയ ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെടുന്ന വളരെയധികം പേടിക്കേണ്ട ഒരിനമാണ്. പക്ഷെ അതിന് ശേഷമുള്ള നമുക്ക് എന്ത് ചെയ്യാം? ചായ കുടിച്ചതിന് ശേഷം സംസാരിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.